നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ ഈ ഭാരത ഭൂമിക്ക് വിശിഷ്ടമായ ശ്രേഷ്ഠമായ ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. ആ വിദ്യാഭ്യാസ രീതി ആംഗലേയ വിദ്യാഭ്യാസം പരിശീലിച്ച് അനുഭവമുള്ള നമ്മളെ സംബന്ധിച്ച് പുതുതാണ്, സുന്ദരവുമാണ്. എന്നാൽ ഭാരതത്തിൻ്റെ തനതായ വിദ്യാഭ്യാസം, അവിടെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ജീവിതവും ശിഷ്യന്റെ മുന്നിൽ ഒരു ഐഡിയൽ മോഡൽ ഫാമിലി എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന, അനുഭവത്തിലൂടെ അറിയിക്കുന്ന വിദ്യാഭ്യാസവുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചോദ്യം ചോദിക്കുന്നത് ശിഷ്യനാണ്, ഉത്തരം പറയുന്നത് ഗുരുവുമാണ്. നാം പരിശീലിച്ച, സിദ്ധിച്ച, ശീലിച്ച വിദ്യാഭ്യാസത്തിൽ ചോദ്യം ചോദിക്കുന്നത് അധ്യാപകനാണ്, ഉത്തരം പറയേണ്ടത് പാവം പിടിച്ച വിദ്യാർത്ഥി. അവൻ സർവ ഉത്തരങ്ങളും പഠിച്ച് മനഃപാഠമാക്കി തൻ്റെ നേരെ വരുന്ന ചോദ്യശരങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയണം. ഇല്ലെങ്കിൽ ചൂരൽ കഷായം, അങ്ങനെ തുടങ്ങി നിരവധി അനുഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസം ചോദ്യം ചെയ്യാൻ ഗുരുവിനെ ചോദ്യം ചെയ്യുന്ന ശിഷ്യന്മാരുണ്ട്. കുശാഗ്രബുദ്ധിയുള്ള ആ ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ഗുരു ഉത്തരം പറയണം. ഈ രീതിയിലാണ് ഭാരതത്തിൻ്റെ വിദ്യ. ആ വിദ്യയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. വേദത്തിൻ്റെ ജ്ഞാനഭാഗം, അതിൻ്റെ ഉത്തമാംഗം, അതിൻ്റെ ശിരസ്, അത് ഉപനിഷത്താണ്. ഉപനിഷത്തിലെ വിദ്യാരീതി, വിദ്യാഭ്യാസ രീതി എങ്ങനെയാ? അത് ചോദ്യം ചെയ്യുന്ന ശിഷ്യന്മാർ, ഉത്തരം പറയുന്ന ഗുരു. ഓരോ ഉപനിഷത്തും നമ്മൾ എടുത്ത് സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കൂ. അതിൽ ഗുരുവിൻ്റെ മുന്നിൽ ഗുരുവിനെ നല്ലപോലെ ചോദ്യം ചെയ്യുന്ന, ഗുരുവിനെ വട്ടം കറക്കുന്ന കുശാഗ്രബുദ്ധിയുള്ള ശിഷ്യന്റെ ചോദ്യങ്ങളാണ്. നേരത്തെ ഞാൻ ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിനൊക്കെ ഗുരുനാഥ അങ്ങ് ഉത്തരം പറയണേ എന്നല്ല. ഗുരു ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ചോദ്യങ്ങൾ ഗുരുവിന്റെ മുന്നിൽ ഈ വാക്ഷരങ്ങൾ ശിഷ്യന്മാർ ഉന്നയിക്കുമ്പോൾ ഗുരുനാഥന്മാർ പൂപ്പുഞ്ചിരി തൂകി മധുരകരമായ വാക്കുകളിലൂടെ ശിഷ്യന്റെ ജിജ്ഞാസയെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു മറുചോദ്യം ഉന്നയിക്കാൻ ബാക്കി നിർത്തി ആ ഗുരുനാഥൻ ഉത്തരം പറയും. ഉപനിഷത്തുക്കളിൽ സുന്ദരമായ കഠോപനിഷത്ത് 8 വയസ്സുകാരനായ നചികേതസ്തന്റെ ഗുരുനാഥനായ യമധർമ്മനോട് ചോദ്യം ഉന്നയിക്കുന്നു. ആ ചോദ്യങ്ങളൊക്കെ എത്ര സുന്ദരം! ചോദ്യം കേട്ട് പലപ്പോഴും ഗുരുനാഥൻ തന്നെ പറയുന്നുണ്ട്, നീ എത്ര കൊച്ചുകുട്ടിയാണ്, ഇത്ര വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുമോ കുഞ്ഞെ? അങ്ങ് ഉത്തരം പറയൂ, ഞാൻ സർവകാര്യത്തിലും പ്രഥമനാണ്, പ്രഥമഗണനീയനാണ്. ഇതാണ് നചികേതസിന്റെ ഭാവവും ചോദ്യവും. ഉപനിഷത്തുക്കളിൽ ഒന്നാണ് കേനോപനിഷത്ത്. കേന, എന്തുകൊണ്ട്? ഇതൊക്കെ എന്തുകൊണ്ട്? ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാർ. ഒരു ഉപനിഷത്ത് തന്നെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. മറ്റൊരു ഉപനിഷത്ത് നോക്കൂ, പ്രശ്നോപനിഷത്ത്. പേര് തന്നെ പ്രശ്നം. 6 ശിഷ്യന്മാർ വളഞ്ഞിട്ട് ഗുരുനാഥനെ അവിടെ നിർത്തി. 6 പേരും ഗുരുനാഥനോട് ചോദ്യം ചോദിക്കുകയാണ്. ആദ്യത്തെ ആള് ഒരു ചോദ്യം, രണ്ടാമത്തെ ആള് 2 ചോദ്യം, പക്ഷെ ഉന്നയിച്ചു വന്നപ്പം 3. മൂന്നാമത്തെ ആള് ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു 5-6 ചോദ്യങ്ങൾ കേട്ടപ്പോ ഗുരുനാഥൻ പറഞ്ഞു, നീ അതിപ്രശ്നം ഉന്നയിക്കുകയാണല്ലേ, എന്നെ വട്ടം കറക്കാനുള്ള പരിപാടിയാണ്. പിപ്പലാദ മുനിക്ക് യാതൊരു സംശയവുമില്ല, ആ കുശാഗ്ര ബുദ്ധിയുള്ള ശിഷ്യന്മാരുടെ വിജ്ഞാനദാഹത്തെ ശമിപ്പിക്കുവാൻ പറ്റിയ വിദ്യ ഈ ഭാരത ഋഷിയുടെ കൈവശമുണ്ട്. ഇങ്ങനെ
എല്ലാ ഉപനിഷത്തുക്കൾ പരിശോധിച്ചാലും അറിയേണ്ടതറിഞ്ഞ് മനസ്സിലാക്കി സംശയങ്ങൾ അകന്നകന്ന് നിർമ്മലമായ മനസ്സോടുകൂടി നൈർമല്യത്തോടുകൂടി ആ ശിഷ്യന്മാരെല്ലാം സ്വഗൃഹത്തിലേക്ക് യാത്രയാകും. നോക്കൂ, വിദ്യാഭ്യാസ രീതി. ചോദ്യം ചോദിക്കാൻ ശിഷ്യന്മാരെ, ഒരു ചോദ്യം ഉന്നയിക്കാൻ ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസം. ഒരു ചോദ്യം ഉന്നയിക്കണമെങ്കിൽ ഉത്തരത്തെ സംബന്ധിച്ചൊരു ധാരണ വേണ്ടേ? എനിക്കറിയാത്ത, പരിചിതമില്ലാത്ത ഏത് വിഷയവുമാണ് ചോദ്യമായി എനിക്ക് ഉന്നയിക്കാൻ പറ്റുക? മാത്രമല്ല, തൻ്റെ ഒരു ആവശ്യത്തെ പറയാൻ നമുക്കറിയുമോ? നമുക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. എൻ്റെ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചു വരുമ്പോൾ ഇതുവരെയില്ലാത്ത മുഖമാണ് ഞാൻ അയാൾക്ക് കണ്ടത്, അവൾക്ക് കണ്ടത് എന്നൊക്കെ നാം പറയാറില്ലേ? എന്തുകൊണ്ടാ? അവനവന്റെ ഒരു ആവശ്യം കാര്യമാത്ര പ്രസക്തമായ വാക്കുകൾ കൊണ്ട് നമുക്ക് ഉന്നയിക്കാൻ അറിയുന്നില്ല. നാം ഉന്നയിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മുന്നിലിരുന്ന നമ്മുടെ ഭാര്യ, ഭർത്താവ്, അമ്മ, അച്ഛൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടാകും. നീ നിന്റെ കാര്യവും പറഞ്ഞ് അവിടെ ഇരി എന്ന് പറഞ്ഞ്. നോക്കൂ, എന്താ പ്രശ്നം? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാൻ അറിയുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു പ്രശ്നത്തെ മറ്റൊരാളുടെ മുന്നിൽ ഉന്നയിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു ആവശ്യം പറയാൻ അറിയുന്നില്ല. ഭാരതീയ വിദ്യാഭ്യാസം ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ജിജ്ഞാനത്തിന്റെ, അറിവിന്റെ ജിജ്ഞാസുക്കളെ ശമിപ്പിച്ച ആ ഉപനിഷത്തും കഴിഞ്ഞ് ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ നോക്കൂ. അവിടെയും ഇത് തന്നെ പ്രതിപാദ്യം. അവിടെ ചോദ്യം ചോദിക്കുന്ന ശിഷ്യന്മാരും ഉത്തരം പറയുന്ന ഗുരുനാഥനും. ആദ്യ കാവ്യമാണ് രാമായണം. നമ്മുടെ ഭാരത സാഹിത്യ തറവാട്ടിലെ സീമന്തപുത്രിയാണ് രാമായണം. ആദ്യം ജനിച്ച കുഞ്ഞ. നമ്മുടെ സാഹിത്യത്തിനൊരു തറവാടുണ്ടെങ്കിൽ അതിലാദ്യം ജനിച്ച മനോഹരിയായ സരസ്വതി ദേവിയാണ് ആദികവിയുടെ ആദർശ പുരുഷന്റെ ജീവചരിതം നമ്മെ പഠിപ്പിച്ച കാവ്യമാണ് രാമായണം. രാമായണത്തിൽ ഗുരുനാഥനാര? നാരദനാണ്. ശിഷ്യനാര? വാൽമീകിയാണ്. ആരാ ചോദ്യം ചോദിക്കുന്നേ? വാൽമീകിയാണ് ചോദ്യം ചോദിക്കുന്നേ. ആരാ ഉത്തരം പറയുന്നേ? ഗുരുനാഥനാണ്. നോക്കൂ, മഹാഭാരതം എടുക്കൂ. മഹാഭാരതത്തിൽ ആരാ ചോദ്യം ചോദിക്കുന്നത്? ശിഷ്യനാണ്. ഭാഗവതം എടുക്കൂ, പുരാണങ്ങൾ എടുക്കൂ. ആരാ ചോദ്യം? ശിഷ്യൻ ചോദ്യം ചോദിക്കുന്നു, ഗുരുനാഥൻ ഉത്തരം പറയുന്നു. ഭാരതീയ വിദ്യാഭ്യാസം നോക്കൂ. ഇനി വരാൻ പോകുന്ന ഭാരതത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും നോക്കൂ. ചോദ്യം ചോദിക്കുന്ന ശിഷ്യന്മാരും ഉത്തരം പറയുന്ന ഗുരുനാഥന്മാരും ഉണ്ടാകുന്നത് കാണാം. പക്ഷെ നമ്മുടെ വർത്തമാന കാലത്തിലെ ക്ലാസ് മുറികളിൽ ടീച്ചർ ചോദ്യം ചോദിക്കും, മാസ്റ്റർ ചോദ്യം ചോദിക്കും, കുട്ടികൾ ഉത്തരം പറയണം. കാലം മാറി, കാലഘട്ടം മാറി. താന്താങ്ങളുടെ ആവശ്യങ്ങളെ ഉന്നയിക്കാനും തൻ്റെതായ ഒരു അഭിപ്രായത്തെ തല ഉയർത്തി പറയുവാനും വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കണം. അത്തരത്തിൽ ഒരു പ്രാപ്തി നൽകുന്ന മഹാഭാരതത്തിലെ ചോദ്യങ്ങളുടെ രൂപത്തിൽ സുന്ദരമായ ഒരു ഉപപർവമാണ് ഭഗവത്ഗീത. അതിലാരാ ചോദ്യം ചോദിക്കുന്നേ? ശിഷ്യനാണ്, അർജുനനാണ്. ആരെ ഉത്തരം പറയുന്നേ? ഗുരുനാഥനാണ്, കൃഷ്ണനാണ്. ഇതാണ് ഭാരതം. ഇതാണ് ഭാരതത്തിന്റെ വിദ്യാഭ്യാസം. ഇതാണ് ഭാരതത്തിന്റെ രീതി. ഇതാണ് ഭാരതത്തിന്റെ നീതി. നിങ്ങൾക്ക് ഏത് ചോദ്യവും ഉന്നയിക്കാം, നിങ്ങളെ പുറത്താക്കില്ല. നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ സ്വർഗം നിഷേധിക്കില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങളിലൂടെ വളരാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് മഹാഭാരതത്തിലെ സുന്ദരമായ ഭഗവത്ഗീതയും ഏതാണോ വൈദികമായ ഒരു സത്ത, ഒരു രീതി നമുക്കുള്ളത്, ആ രീതിയെ പിന്തുടരുന്ന അതേ വൈദിക ഗ്രന്ഥത്തിന്റെ, വേദഗ്രന്ഥത്തിന്റെ സ്വഭാവമാണ് ഭഗവത്ഗീതയ്ക്ക്. അതുകൊണ്ട് ആ ഭഗവത്ഗീത ഒരുപക്ഷെ നമ്മളുടെ മനസ്സിൽ ഒരു സ്വതന്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന ഒരു തോന്നൽ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാകും. ചിലരൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഭഗവത്ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥമാണ്, അതിന് മഹാഭാരതത്തിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ട് എന്നാണ്. ഇല്ല, ഇല്ല. മഹാഭാരതത്തിലെ ഭീഷ്മപർവം എന്ന് പറയുന്ന ആ പർവത്തിലെ 25-ാമത്തെ അധ്യായം മുതൽ
42 അടങ്ങുന്ന അധ്യായം വരെയുള്ള 18 അധ്യായങ്ങളെ പറയുന്ന പേരാണ് ഭഗവത്ഗീത. മഹാഭാരതമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ നിർബന്ധമായും മഹാഭാരതം പഠിക്കണം. മഹാഭാരതം അറിയാത്ത ഒരാൾ ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ എങ്ങനെ വലിയ പാരാവാരമുള്ള ആ വലിയ സമുദ്രത്തിൽ നിന്ന് അതിന്റെ നടുക്കടലിൽ നിന്നൊരു തുള്ളി വെള്ളം കോരിയെടുത്ത് എനിക്ക് കടലിനെ കിട്ടി എന്ന് പറയുന്നത് പോലെ മഹാഭാരതം എന്ന് പറയുന്ന വിശാലമായ സമുദ്രത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഒരു പഥ്യം സ്വീകരിക്കണം. മഹാഭാരതത്തിന്റെ നിൽപ്പുതറയിൽ നിന്ന് മഹാഭാരതത്തെ കുറിച്ചൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കി എന്നിട്ട് വേണം നാം ഭഗവത്ഗീത എന്ന 700 ശ്ലോകങ്ങളെ പഠിക്കാൻ. 1,00,000-ലധികമുള്ള 1,00,000 ശ്ലോകങ്ങളുള്ള ആ മഹാഭാരതത്തിലെ 700 ശ്ലോകമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥമല്ല, മഹാഭാരതത്തിന്റെ ഉള്ളിലെ ഒരു ഉപപർവമാണ്, ഒരു പർവമേ അല്ല. ആ പർവത്തിൽ ഭീഷ്മപർവത്തിലെ ഒരു ഉപപർവം. അതുകൊണ്ട് ഗീതയെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം മനസ്സിൽ വെക്കുക. രണ്ടാമത്തെ കാര്യം, ഗീതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭവും ഉപദേശിക്കപ്പെട്ട സന്ദർഭവും രണ്ടാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഭഗവത്ഗീത തുറന്നാൽ നേരത്തെ ഇവിടെ ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞ് ആരംഭിച്ചു. ഈ ആദ്യത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10ാം ദിവസത്തിലാണ് ഈ ആദ്യത്തെ വരി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം. ഗീത നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച സന്ദർഭം നാം മനസ്സിലാക്കണം. മഹാഭാരതത്തിൽ 5ാമത്തെ പർവമാണ് ഉദ്വേഗ പർവം. നമ്മളൊക്കെ ഉദ്യോഗത്തിന് പോകുന്നത് പോലെ മഹാഭാരതത്തിൽ യുദ്ധം വന്നു ചേർന്നു, സന്ധി സംഭാഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇനി യുദ്ധമേ വഴിയുള്ളൂ, മറ്റെല്ലാ കാര്യങ്ങളും ഫലം കണ്ടില്ല. അതുകൊണ്ട് യുദ്ധം വേണം. ഓരോരുത്തരും അവരവരുടെ പക്ഷത്ത് ആളുകളെ ചേർക്കാൻ രാവിലെ തന്നെ കുളിച്ചു കുറിയും തൊട്ട് ഓരോ രാജ്യത്തും പോയി താന്താങ്ങളുടെ കൂട്ടത്തിൽ ആ രാജ്യങ്ങളുടെ മുഴുവൻ സഹകരണം ഉറപ്പുവരുത്തി. ചോദിച്ചവരെല്ലാം വരണമെന്നില്ലല്ലോ. പാകിസ്ഥാൻ ചൈനയോട് ചോദിച്ചു കൂടെ നിൽക്കുമോ? കൂടെ നിൽക്കാം, പാറ പോലെ ഉറച്ചു നിൽക്കാന്ന പറഞ്ഞേ, അല്ലാതെ കൂടെ നടക്കാന്ന് പറഞ്ഞില്ല. അവർ പാറ പോലെ ഉറച്ച് അവിടെ നിന്നു. പാകിസ്ഥാൻ മറ്റുള്ളവരോട് ചോദിച്ചു, നമ്മളൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ലേ, സൗദി അറേബ്യ, നിങ്ങൾ വരുമോ? ഞങ്ങൾ വരില്ല. അപ്പോൾ ഈ രാവിലെ തന്നെ കുളിച്ചു കുറിയും തൊട്ട് പോകുന്നവരുടെ കൂടെ സർവരും ചെല്ലില്ല. ചെല്ലുന്നവൻ ശക്തനാണെങ്കിൽ ലോകം അവരുടെ കൂടെ നിൽക്കും. ചെന്നവൻ അർജുനനാണ്, ലോകം കണ്ടതിൽ വെച്ച് വീരൻ. അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകുന്നതിൽ ഏറ്റവും സന്തോഷമുള്ളവൻ രാവിലെ തന്നെ പോയി തനിക്ക് പറ്റാവുന്നവരെ മുഴുവൻ കൊണ്ടുവന്നു. പക്ഷേ അന്നത്തെ ഭരണ നേതൃത്വം ദുര്യോധനനായതുകൊണ്ട് അവരുടെ കയ്യിലാണല്ലോ അധികാരം. അതുകൊണ്ട് അവരോട് കുറെ പേർ ചേർന്നു. ഏതായാലും എല്ലാവരും യുദ്ധത്തിന് വേണ്ട സമാഹരണം നടത്തിയ 5ാമത്തെ പർവം നാം പഠിച്ചു വെക്കണം. എന്നാലേ ഗീത നമുക്ക് അതിന്റെ സന്ദർഭം, പശ്ചാത്തലം മനസ്സിലാകൂ. ഗീത സാരം മനസ്സിലാകൂ എന്നല്ല പറഞ്ഞത്, ഭഗവത്ഗീതയുടെ ഈ പശ്ചാത്തലം മനസ്സിലാകൂ. അങ്ങനെ യുദ്ധം ആരംഭിക്കാൻ പോവാണ്. ഈ സമയത്താണ് വ്യാസൻ തന്റെ പുത്രനായ ധൃതരാഷ്ട്രരുടെ സമീപത്ത് ചെന്ന്, ഒരു ദിവ്യമായ നേത്രം ഞാൻ നിനക്ക് തരട്ടെ. പുത്രനായ ധൃതരാഷ്ട്രർ ഇതുവരെ കണ്ണ് കാണാത്തയാൾ, അന്ധനാണ് ജന്മന. ഇനി അവസാന കാലത്ത് മക്കൾ തമ്മിൽ തല്ലി നശിക്കുന്നത് കാണാൻ വേണ്ടി ഒരു കണ്ണെന്തിനാ? ഈ ഉള്ള കണ്ണ് കൊണ്ട് തന്നെ കണ്ട് കണ്ട് നമുക്ക് മടുത്തു. എന്നാൽ അങ്ങനെ ഒരു കണ്ണ് എനിക്ക് വേണ്ട. പക്ഷെ ഒരു മലയാളിയുടെ ഒരു സ്വഭാവം എവിടെയോ ധൃതരാഷ്ട്രന്റെ മനസ്സിലുണ്ട്, ഓഫർ കിട്ടിയ വിടില്ല. അതുകൊണ്ടൊരു ഓഫർ കിട്ടിയതല്ലേ, ഓഫർ കിട്ടി. അപ്പൊ പറഞ്ഞു, സഞ്ജയ, എനിക്ക് പ്രിയപ്പെട്ടവൻ, എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ആ കണികാചാര്യന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ മനമറിയുന്നവൻ, ആ മനോവിചാരത്തെ മനസ്സിലാക്കുന്നവൻ,
അതുകൊണ്ട് സഞ്ജയിന് കൊടുക്കൂ. സഞ്ജയനുമായി ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാക്കി. സഞ്ജയനോട് പറഞ്ഞു, നീ യുദ്ധക്കളത്തിൽ എന്തായാലും യുദ്ധത്തിന് പോകണം. അങ്ങനെ പോകുമ്പോൾ യുദ്ധക്കളത്തിൽ നടക്കുന്നതെല്ലാം വ്യക്തമായി എന്നോട് പറയണം. നോക്കൂ, ഇത് പഴയ ആന്റിനയോ ടിവിയോ ഒന്നും അല്ല, അത് ബാലരമയിലെ കഥയാണ്. ഈ ബാലരമ വായിച്ച് മഹാഭാരതം പഠിച്ചു എന്നൊന്നും ദയവ് ചെയ്ത് പറയരുത്. വിശാലമായി 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വലിയ ഇടം. ആ ഇടത്ത് നടക്കുന്ന മഹായുദ്ധത്തിൽ അതിന്റെ ഒരു ഭാഗത്ത് നിന്നാൽ മറുഭാഗത്ത് നടക്കുന്നത് കാണാൻ പറ്റുന്ന കാഴ്ച. മാത്രമല്ല, ഓരോരുത്തരുടെയും മനോവിചാരം അറിയാനുള്ള കഴിവ്, സൂക്ഷ്മമായി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കാഴ്ച നൽകുന്ന കണ്ണ്. അല്ലാണ്ട് അന്ന് ആന്റണി ഉണ്ടായിരുന്നു, ടി വി ഉണ്ടായിരുന്നു എന്നൊന്നും ദയവ് ഇത് പറയരുത്. മഹാഭാരതം ഒരിക്കലൊന്ന് വായിച്ചു നോക്കൂ. അവിടെ വെച്ച് ഈ നേത്രം സഞ്ജയന് കൊടുത്തു. സഞ്ജയന് അത് കിട്ടിയപ്പോ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. സഞ്ജയൻ കൗരവ പക്ഷത്ത് നിന്ന് പടച്ചട്ട പോർച്ചട്ടയണിഞ്ഞ് യുദ്ധത്തിന് പോയ ആളാണ്. ആ യുദ്ധമെടുത്ത് അദ്ദേഹം 1-ാമത്തെ ദിവസം അടരാടി, 2-ാമത്തെ ദിവസം അടരാടി. ധൃതരാഷ്ട്രക്ക് വിശേഷം ഒന്നറിയാൻ വലിയ താല്പര്യമില്ല. കാരണം ഞങ്ങൾ വിജയിക്കും. എന്തുകൊണ്ട് വിജയിക്കും? ആരാണ് കൗരവ പക്ഷത്തെ സൈന്യാധിപൻ? അത് സാക്ഷാൽ ഭീഷ്മരാണ്. ഏത് ഭീഷ്മർ? അജയ്യനായ ഭീഷ്മർ. ഏതൊരു മഹാബാഹുവിനെ, കരുത്തിനെ, വടവൃക്ഷത്തെ, ധീരനെ, പരാക്രമിയെ മുന്നിൽ കണ്ടാണോ ധൃതരാഷ്ട്രർ വിജയം കാക്ഷിച്ചത്, ആ ധൃതരാഷ്ട്രരാണ് സൈന്യാധിപൻ. ലോകത്തിലാർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വീരപൗരുഷം. ആ പൗരുഷം കൂടെയുണ്ടെങ്കിൽ പാണ്ഡവന്മാർക്ക് വിജയിക്കാൻ സാധ്യമല്ല. ദേവലോകത്തെ സാക്ഷാൽ പരശുരാമനെ പോലും തോൽപ്പിച്ചവൻ, വൈഷ്ണവ തേജസ്സിനെ തോൽപ്പിച്ചവൻ, അങ്ങനെയുള്ള സാക്ഷാൽ ഭീഷ്മർ, ആ ഭീഷ്മരെ തോൽപ്പിച്ച് പാണ്ഡവർ വിജയിക്കില്ല. അതുകൊണ്ട് സഞ്ജയ, എനിക്ക് നിന്റെ ആ ദൂത്, ആ നേത്രം കൊണ്ടുള്ള ആ വാർത്തയുണ്ടല്ലോ, എനിക്ക് വേണ്ട. അങ്ങനെ 9 ദിവസത്തെ യുദ്ധവും കഴിഞ്ഞു. 10-ാം ദിവസം ഏതൊരു ബാഹുബലത്തെ മനസ്സിൽ കണ്ടാണോ വിജയത്തിന്റെ മധുരം നുണഞ്ഞിരുന്നത്, ഏതൊരു വ്യക്തിയുടെ സാമീപ്യമാണോ വിജയം ലഭ്യമാകുമെന്ന് വിചാരിച്ചത്, ഏതൊരു കരുത്താണോ തന്നെ വിജയിപ്പിക്കുമെന്ന് ധൃതരാഷ്ട്രർ അതുവരെ വിചാരിച്ചത്, ആ കരുത്ത് അർജുനന്റെ കൂർത്ത സായകങ്ങളേറ്റ് ശരതൽപ്പത്തിൽ പതിച്ചു എന്ന ആ കാഴ്ച കണ്ടതോടുകൂടി സഞ്ജയൻ ബോധരഹിതനായി. അവിടുന്ന് ചാടി എഴുന്നേറ്റു, ഓടി കൊട്ടാരത്തിലേക്ക്. വിറയ്ക്കുന്ന ശബ്ദങ്ങളോടെ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ആ ബാഹുബലം, ആ മഹാവൃക്ഷം, ആ കരുത്തൻ ധീരൻ, ലോകത്തെ വിജയിച്ച ആ ബ്രഹ്മചാരി ഇതാ നിലംപൊത്തിയിരിക്കുന്നു. എന്റെ ഭീഷ്മർ വീണോ എന്ന് ചോദിച്ച് ബോധരഹിതനായി ധൃതരാഷ്ട്ര താഴെ പതിച്ചു. സ്വബോധം വന്ന് ചുറ്റുപാടുമൊക്കെ പരതി. അന്ധനായ ധൃതരാഷ്ട്രർ വിറയ്ക്കുന്ന സ്വരത്തോടെ ചോദിച്ചു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞ് ആരംഭിച്ചത്, ആ ചോദ്യം ചോദിച്ചത്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്ത് ചെയ്യുന്നു? ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം നാം വായിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10-ാം ദിവസം ഭീഷ്മർ വീണതിന് ശേഷം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഗീത നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് ഭഗവത്ഗീതയുടെ 10-ാം ദിവസമാണ്. ശരിയാണേ? ഇത് മനസ്സിൽ വെക്കണേ, ഇല്ലെങ്കിൽ അബദ്ധം പറ്റും പലപ്പോഴും. എന്നാൽ ഈ ഗീത ഉപദേശിച്ചത് എപ്പോഴാ? അവതരിപ്പിച്ചത് 10-ാം ദിവസമാണെങ്കിൽ ഉപദേശിച്ചത് 1-ാം ദിവസമാണ്. അങ്ങനെയാണ് 1-ാം ദിവസം മുതൽ 10-ാം ദിവസം വരെയുള്ള റിവ്യൂ. 10-ാം ദിവസം തൊട്ട് ലൈവ് സ്റ്റാറ്റസ്, പിന്നെ ടെലികാസ്റ്റ് ആണ്. പിന്നെ പുള്ളി യുദ്ധത്തിന് പോയില്ല. പിന്നെ പുള്ളി അവിടെ യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം ഒരു കമേഴ്ഷ്യൽ ബ്രേക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും സമയം കിട്ടുന്നത് പോലെ അദ്ദേഹം നേരെ ചെന്ന് കാര്യങ്ങൾ ഉന്നയിച്ചു. ഇതാണ് ഭഗവത്ഗീതയുടെ ഉപദേശിച്ച സന്ദർഭവും
ഭഗവത്ഗീത അവതരിപ്പിച്ച സന്ദർഭവും ഇത് രണ്ടും രണ്ടാണ്. രണ്ടെന്നു മനസ്സിലാക്കി ഭഗവത്ഗീതയെ സമീപിക്കണം. ഇനി എന്തായിരുന്നു ഉപദേശിക്കപ്പെട്ട സന്ദർഭം? ആ സന്ദർഭമാണ് ഭഗവത്ഗീതയുടെ പശ്ചാത്തലം. ആ പശ്ചാത്തലം മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം അർജുനനെ മനസ്സിലാക്കണം. ആരെ അർജുനൻ? ആ പേര് തന്നെ ആർജയതി എന്നാണ്. ആർജിക്കാൻ കഴിവുള്ളവൻ. ഏതൊരറിവും ആർജിക്കാൻ കഴിവുള്ള ശുദ്ധ സത്വപ്രധാനിയായ, സത്വപ്രധാനിക്ക് മാത്രമേ അറിവ് നേടാൻ പറ്റൂ. രജോ ഗുണമുള്ളവൻ ഇരിക്കും, എഴുന്നേൽക്കും, ഓടും, കറങ്ങും, ചിരിക്കും. ചില മക്കളെ നോക്കി അച്ഛനമ്മ പറയാറുണ്ട്, 10 മിനിറ്റ് ഇരുന്നാൽ ഇവൻ പഠിക്കും, പക്ഷെ 5 മിനിറ്റേക്കുള്ളിൽ ഇരിക്കില്ല. രജോ ഗുണമാണ്. നേരത്തെ പറഞ്ഞ ത്രിഗുണങ്ങളിൽ മുറ്റി നിൽക്കുന്ന രജോ ഗുണം ഉള്ളത് കൊണ്ട് ഇനി ഇരുന്നാ പിന്നെ അവിടെ ഒന്ന് നുള്ളി ഇവിടെ ഒന്ന് നുള്ളി അവനോടൊന്ന് പറഞ്ഞ് അമ്മയോട് 10 ചോദ്യം ചോദിച്ചു. അപ്പൊ അമ്മ പറയും, എടാ 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഇരുന്നൊന്ന് വായിക്ക്, നീ ഒന്ന് അടങ്ങിയിരിക്കെ. അടങ്ങാൻ പറ്റില്ല, അടങ്ങിയിരിക്കില്ല. ഇതാ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ സത്വപ്രധാനിയാണ്. ശുക്ലാന്തരാത്മ. ശങ്കരാചാര്യർ അർജുനനെ പറഞ്ഞത്, അദ്ദേഹം വെളുത്ത നൈർമല്യമുള്ള അറിവിനെ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അർജുനൻ. അതുകൊണ്ടാ അർജുനന്റെ ഈ ദുഃഖമുണ്ടല്ലോ, ഇതേ ദുഃഖമുള്ള നിരവധി പേർ ആ യുദ്ധക്കളത്തിൽ ഉണ്ടാകും. യുദ്ധക്കളമല്ലേ, പലർക്കും പേടിയില്ലേ, പലർക്കും വിഷമങ്ങളില്ലേ, ഉറ്റവർ മരണപ്പെടുമെന്ന് പലരും ചിന്തിക്കില്ലേ? അപ്പോൾ ആ കോടിക്കണക്കിന് 45 ലക്ഷം പേരാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണപ്പെട്ടത്. 44 ലക്ഷം പേരാണ് കൊറോണ വന്ന് മരണപ്പെട്ടത്. 45 ലക്ഷം പേർ മരണപ്പെട്ട മഹായുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകളിൽ അർജുനന്റെ വികാരമുള്ള ധാരാളം പേരുണ്ടാകില്ലേ? അർജുനന് മാത്രം വിഷമം, മറ്റാർക്കും വിഷമമില്ല? അവരൊക്കെ ഉല്ലാസത്തിന് വന്നവരാണോ? അവർക്ക് സ്വന്തം മക്കളെ കുറിച്ച്, സ്വന്തം ഭാര്യയെ കുറിച്ച്, സ്വന്തം സഹോദരിയെ കുറിച്ച്, സ്വന്തം അച്ഛനെ കുറിച്ച് അർജുനനുള്ള അതേ വിഷമം ഉണ്ടാകില്ലേ? പിന്നെ എന്തേ ശ്രീകൃഷ്ണൻ അവരോടൊന്നും പറയാതെ ഗൂഢമായ ഈ സത്യത്തെ അർജുനനോട് മാത്രം പറഞ്ഞു? ഒറ്റ കാരണമേ ഉള്ളൂ, ഇവനെ ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളൂ. ഇവൻ ഏതൊരറിവിനെയും ആർജിക്കാൻ കഴിവുള്ളവരാണ്. മറ്റൊരാളാണെങ്കിൽ 1-ാമത്തെ അധ്യായം കഴിഞ്ഞ് ചിലപ്പോൾ എഴുന്നേറ്റ് പോകും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് എഴുന്നേറ്റ് പോയി എന്നാ വിചാരിച്ചിരിക്കണത്? ചിലരൊക്കെ പോയി, അവർക്ക് ആവശ്യമുള്ളത് കിട്ടി, അവര് പോയി. അവർക്ക് ഇതിലും വലിയ ആവശ്യം വേറെയുണ്ട്. ഇനി എത്ര പേര് ഇത്ര സമയവും എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട്? അത് ഓരോരുത്തരുടെയും സ്വഭാവമാണ്. എഴുന്നേൽക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയിപ്പോ എഴുന്നേറ്റ എന്റെ ആർജയതി കഴിഞ്ഞു എന്ന് വിചാരിക്കോ? അല്ല, ആർജിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ വീട്ടിൽ വേറൊരാളുണ്ടല്ലോ ഇതിലും വലിയ ഗർജിക്കുന്ന ആള്, അതുകൊണ്ട് ചിലപ്പോ പോണ്ടി വരും. അപ്പൊ ആർജിക്കുന്നതിനേക്കാളും നല്ലത് ഇനി ഗർജനത്തെ പേടിയുള്ളവര് എഴുന്നേൽക്കണം. അതല്ല പറഞ്ഞേ. അർജുനന് ഈ ഗീത ആർജിക്കാനുള്ള കഴിവുണ്ട്. ഇയാൾ ആർജിച്ചോ? മഹാഭാരതം നോക്കിയ ഇല്ല. പക്ഷെ ആ സമയത്ത് വന്ന അയാളുടെ ശോകമൂകം മാറി. എങ്ങനെ മാറി? അതുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു ചെല്ലണം. ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കും പടിഞ്ഞാറുമായി മുഖാമുഖം യുദ്ധത്തിന് കടലലമാല പോലെ നിൽക്കുന്ന മഹാസൈന്യം. സിനിമ കണ്ട് ശീലമുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ചിത്രം വന്നിട്ടുണ്ടാകും. പഴയ മഹാഭാരതം സീരിയലൊക്കെ കണ്ടതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ചിത്രം ഉണ്ടാകും. ആ ചിത്രം വെച്ചുകൊണ്ട് ആ ഭാഗത്തെ നാം മനസ്സിലാക്കണം. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അർജുനൻ കേവലം യുദ്ധത്തിന് വന്ന ഒരു പോരാളി ധീരൻ മാത്രമാണ്. ആ യുദ്ധം ആരംഭിക്കുമ്പോൾ പാണ്ഡവ പക്ഷത്ത് നിന്ന് ആദ്യത്തെ ശംഖനാദം മുഴക്കേണ്ടത് ആ സേനാനായകനാണ്, ദൃഷ്ടദ്യുമ്നനാണ്. അല്ലേ? ആണ്. മറുഭാഗത്ത് അവിടത്തെ സൈന്യാധിപൻ ഭീഷ്മരാണ്. അവിടെ ഭീഷ്മർ ശംഖൂതണം, ഇവിടത്തെ സൈന്യാധിപൻ ശംഖൂതണം. പക്ഷേ യുദ്ധം തുടങ്ങാൻ പോകുന്നു. ധർമ്മയുദ്ധമാണ്. സമയമുണ്ട്. സമയം വരുന്നത് വരെ കാത്തു നിൽക്കാൻ യുദ്ധത്തിൽ കൊതിയുള്ള
അയ്യോ എനിക്ക് ഇപ്പോഴേ യുദ്ധം ചെയ്യണം, കാരണം അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റണില്ല. ഈ ആയുധങ്ങളൊക്കെ ആളുകളെയൊക്കെ തപസ് ചെയ്ത് ശിവനോട് തപം ചെയ്ത് ശിവന്റെ കയ്യിൽ നിന്നും ലോകത്തിൽ ദേവലോകം വരെ പോയി വേണ്ടതെല്ലാം വാങ്ങി അദ്ദേഹത്തിന് ഈ സമയം കാത്തു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വെറുതെ ശംഖെടുത്തൊരു ഊതങ്ങ് ഊതി. ദേവതത്വം, തന്റെ ദേവതത്വം എടുത്ത് അദ്ദേഹം അങ്ങ് ഊതി. ഊതണ്ട വല്ല കാര്യമുണ്ടോ? ആവേശമാണ് യുദ്ധം ചെയ്യാൻ. ഏതൊന്നിനാണോ ഞാൻ വന്നത് അതിനു വേണ്ടി. പരീക്ഷാ ഹാളിൽ കയറിയിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മൾ ഇതെന്താ സമയാവാത്ത, ടീച്ചർ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ തരാത്തേ എന്ന് പറഞ്ഞ് അക്ഷമരായി കാത്തിരിക്കുന്നത് പോലെ. സമയമാകുന്നില്ല, ഒന്നാമത്തെ ബെല്ല് അടിച്ചിട്ടുള്ളൂ, ഇനി 2ഉം 3ഉം ബെല്ല് വരണം. അതുകൊണ്ട് കയ്യിലുള്ള പേനയൊക്കെ തെളിയുന്നുണ്ടോ? 3 കൊണ്ടാ പോയത്, ഒന്ന് തെളിഞ്ഞില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് എഴുതണം. അതൊക്കെ ഒന്ന് വരച്ചു നോക്കി, അതൊക്കെ തെളിയുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തുന്നത് പോലെ അർജുനൻ ശംഖൂതിയതിനു ശേഷം തന്റെ ആയുധങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കി ഉറപ്പുവരുത്തി. വെറുതെ ഇരുന്നപ്പോ ഒരു തോന്നല്. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞാൻ ഈ യുദ്ധത്തിനൊരു പേരിടട്ടെ. പേര് ഉണ്ടോന്നൊന്നും കൃഷ്ണൻ ചോദിച്ചില്ല, ആവേശമാണ്. അപ്പൊ പറഞ്ഞു, യുദ്ധത്തിന് പേരിടൂ. സമുദ്യമം. ഇത്ര നല്ല ഉദ്യമം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. നോക്കണേ, കൃഷ്ണൻ ചോദിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് യുദ്ധത്തിലുള്ള താല്പര്യമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴേ യുദ്ധം ചെയ്യണം, അതുകൊണ്ട് വെറുതെ ഇരുന്ന് പറയുകയാണ് സമുദ്യമം. ധാർത്തരാഷ്ട്രന്റെ ദുർബുദ്ധികളായ അവന്മാരെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കൃഷ്ണ. അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രവൃത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല കൃഷ്ണ. കൃഷ്ണൻ തലയാട്ടി. ശരി, നമ്മുടെ കുട്ടികളൊക്കെ അമ്മ എനിക്ക് A+ കിട്ടും എന്നൊക്കെ വീമ്പിളക്കില്ലേ? ഇതന്നെയാ ഇവിടെ. ഇയാളുടെ വീമ്പിളക്കല് നമ്മൾ കാണേണ്ടതാണ്. അർജുനന് ഇരിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് കൃഷ്ണ, ഞാനൊരു യുദ്ധതന്ത്രം പറയട്ടെ. പറഞ്ഞോളൂ. ഈ ലോകത്തിൽ ഏതൊന്നിനെയാണോ നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. നിങ്ങൾ 6 പാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റില്ല സുഹൃത്തെ. നിങ്ങൾക്ക് കരുത്തുണ്ട്, നിങ്ങൾ 6 അടിയുണ്ട്, നിങ്ങൾ ഭീമാകായനാണ്. അതുകൊണ്ടൊന്നും 5 അടിയുള്ള ഭാര്യയെ നിങ്ങൾക്ക് സ്വവശത്ത് നിർത്താൻ പറ്റില്ല. കാരണം അളന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഒരാളുടെ മനോവിചാരവും മനോഗതിയും മനസ്സിലാക്കാതെ മനുഷ്യരൂപം കൊണ്ട് ദയവ് ചെയ്ത് വിവാഹം കഴിക്കരുത്. കുഞ്ഞുണ്ണി മാഷയുടെ വീടിന്റെ അടുത്താ എൻ്റെ വീട്. കുഞ്ഞുണ്ണി മാഷ് വിവാഹത്തിന് നല്ലൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. പറയാതറിയാൻ അറിയാമോ? എന്താ അത്? പറയാതറിയാൻ അറിയാമോ? ഇത്രയും അറിഞ്ഞ വിവാഹം കഴിക്കാം. അല്ലാണ്ട് 23 വയസ്സായോ 25 വയസ്സായോ ജ്യോത്സ്യൻ പറഞ്ഞത് ഇപ്പൊ നടക്കും, ഇതൊന്നും വിവാഹത്തിനുള്ള ക്വാളിഫിക്കേഷൻ അല്ല. മറിച്ച് പറയാതെ അറിയാനുള്ള കഴിവ് നേടുമ്പോൾ വിവാഹം കഴിക്കാം. നമ്മുടെ മക്കൾക്ക് ആ കഴിവ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തോ? 20 വർഷം പോറ്റി വളർത്തിയില്ലേ, ഉണ്ടാക്കി കൊടുത്തോ? അത് സ്കൂളിൽ നിന്ന് കിട്ടില്ല, വീടേ വിദ്യാലയം. മറ്റൊരാളുടെ മനോവിചാരവും മനോഗതിയും കണ്ണിനോട് നോക്കി ഒരു ചെറു പുഞ്ചിരിയിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിനെ വായിച്ചെടുക്കാനുള്ള കഴിവ് മക്കൾക്കായോ? അങ്ങനെ വളർത്തിയോ? അങ്ങനെയാണോ മക്കളെ പോറ്റി വളർത്തിയത്? അത് കുട്ടികൾക്ക് സമയാസമയങ്ങളിൽ കൊടുത്തോ? അതിനനുസരിച്ച സംസ്കാരം കൊടുത്തോ? മതാലസ ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജലോസി, നീ ശുദ്ധ ബുദ്ധ സത്യസ്വരൂപനാണ് എന്ന് മക്കളെ വളർത്തിയതുപോലെ ഈ കാലത്തിനാവശ്യമായ ഗുണങ്ങളോട് കൂടി നമ്മൾ വീടെന്ന് പറയുന്ന മഹാവിദ്യാലയത്തിൽ മക്കളെ വളർത്തിയോ? എന്നിട്ട് പറയാ പിള്ളേരൊന്നും അത്ര ശരിയല്ല എന്ന്. പിള്ളേരൊക്കെ നല്ല കുട്ടികളല്ലേ, നമ്മുടെ കയ്യെ കിട്ടി നമ്മൾ ഈ നിലയ്ക്ക് ആക്കിയതല്ലേ. അല്ലാണ്ട് കുട്ടികളെ കുറ്റം പറയാൻ എന്ത് അധികാരാ നമുക്കുള്ളത്? അർജുനൻ പറഞ്ഞു, കൃഷ്ണ, യുദ്ധത്തിന് വന്ന ഓരോരുത്തരെയും ഞാനൊന്ന് നല്ല പോലെ ഒന്ന് അളന്ന് മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് യുദ്ധക്കളത്തിന്റെ നടുവിൽ എനിക്ക് അളന്ന് മനസ്സിലാക്കേണ്ട വീരാധിവീരന്മാരുടെ മുന്നിൽ കൊണ്ടുപോയി ഈ തേരിനെ നിർത്തൂ. അർജുനന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കണം. ഓരോരുത്തരോടുമുള്ള യുദ്ധതന്ത്രം വ്യത്യസ്തമാണ്. ഭീഷ്മരോടുള്ള പോലെയല്ല ദ്രോണരോട്, ദ്രോണരോടുള്ള പോലെയല്ല ജയദ്രഥനോട്, ജയദ്രഥനോടുള്ള പോലെയല്ല വികർണനോട്, അതുപോലെയല്ല ശല്യരോട്. ഓരോരുത്തരോടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ തന്റെ തന്ത്രം, മാത്തമാറ്റിക്സ് അല്ല ഫിസിക്സ്, അതിനോടുള്ള തന്ത്രമല്ല കെമിസ്ട്രി,
അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വ്യത്യസ്ത സബ്ജക്റ്റും ലാംഗ്വേജും ഒക്കെ വ്യത്യസ്ത തന്ത്രങ്ങളിലൂടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലെ അർജുനന് ഓരോരുത്തരോടുമുള്ള യുദ്ധതന്ത്രം അറിയണം. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത്, രണ്ടു സേനയ്ക്കു നടുവിലായി കൊണ്ടുപോയ ചൂത തേരു നിർത്തു, കാണട്ടെ ഞാൻ ഈ രണാങ്കണത്തിൽ പോരിന്നു വന്നു നീരന്നവരെ, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമച്ചുത. കൊണ്ടുപോയി നിർത്ത് കൃഷ്ണ, ഞാനൊന്ന് കാണട്ടെ. ചെറുപുഞ്ചിരിയോടെ ഗുരുനാഥൻ ശിഷ്യന്റെ മനസ്സും വിചാരവും വായിച്ചെടുക്കാൻ കഴിവുള്ള സഹകാരി അദ്ദേഹം പതുക്കെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ. ചില വാക്കുകൾ നമ്മളുടെ മൊത്തം ജീവിതത്തെ അങ്ങ് മാറ്റിമറിക്കും. നമ്മുടെ ജീവിതത്തിലെ പൂർവാനുഭവങ്ങളെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് പുറത്തു വരും. ആത്മവിശ്വാസത്തിന്റെ ഏത് ഉത്തുംഗ ശൃംഗത്തിൽ നാം നിന്നാലും ചില സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നാൽ അതുവരെയുണ്ടായ നമ്മുടെ ആത്മവിശ്വാസം പറഞ്ഞ സമയം കൊണ്ട് തകർന്നു പോകും. ഞാനൊരു ഹീറോ ആണ്, ഹീറോയിനാണെന്ന് വിചാരിച്ചുകൊണ്ട് നാം മറ്റുള്ളവരുടെ മുന്നിൽ നടമാടുമ്പോൾ ചില വിചാരങ്ങളും ചില പൂർവാനുഭവങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ ചിലരുടെ മുഖത്തിലൂടെ ഉള്ളിൽ വന്നാൽ അതോടുകൂടി സർവ്വതും നഷ്ടപ്പെടും. അതിനു പറ്റിയൊരു വാക്ക് കൃഷ്ണൻ പറഞ്ഞു, അർജുന ഇതാ നീ കാണൂ, നിന്റെ ബന്ധുക്കളെ മുഴുവൻ കണ്ടുകൊള്ളൂ. എന്തേ കൃഷ്ണൻ ശത്രുക്കളെ എന്ന് പറയാഞ്ഞത്? എന്തേ നിനക്ക് കൊല്ലേണ്ടവരെ എന്ന് പറയാഞ്ഞത്? എന്താ ഇത്ര കാലം നിന്നെ ദ്രോഹിച്ച നീ കൊല്ലേണ്ട നിന്റെ ശത്രുക്കളെ കണ്ടുകൊള്ളൂ എന്നെന്തേ കൃഷ്ണൻ പറഞ്ഞില്ല? മറിച്ച് സമവേതാൻ, നിനക്ക് നിന്റെ ബന്ധുക്കളായ സർവരെയും പശ്യ കണ്ടുകൊള്ളൂ. എന്തേ അങ്ങനെ പറഞ്ഞേ? കൃഷ്ണൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും. ഇവന്റെ വീമ്പിളക്കൽ കണ്ടപ്പോഴേ കൃഷ്ണന് കാര്യം മനസ്സിലായി. കൊണ്ടുപോയി നിർത്തി. ഒറ്റനോട്ടത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതാ നിൽക്കുന്നു നിന്റെ മുത്തച്ഛൻ ഭീഷ്മ പിതാമഹൻ, ഇതാ നിൽക്കുന്നു നിന്നെ ആയുധ വിദ്യയുടെ ബാലപാഠങ്ങളും നിനക്ക് വേണ്ട സർവ്വതും തന്ന ദ്രോണാചാര്യർ, ഇതാ നിൽക്കുന്നു നിന്റെ ബന്ധുക്കൾ, ഇതാ കണ്ടുകൊള്ളൂ അർജുന. ഈ വാക്ക് അർജുനന്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന യുദ്ധദാഹം കൊണ്ട് അതുവരെ ഇരിക്കാൻ പോലും പറ്റാതിരുന്നവൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എഴുതി ശരിയാക്കാം എന്ന് പറഞ്ഞിരുന്ന കുഞ്ഞ്, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയതോടുകൂടി കണ്ണിൽ ഇരുട്ട് കയറി. ഇതേത് ചോദ്യം എന്ന് പോലും തിരിച്ചറിയാതെ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് അറിയാതെ തൊണ്ട വറ്റി ആകെക്കൂടി തളർന്നിരിക്കുന്നത് പോലെ അർജുനൻ പറഞ്ഞു, സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതേ വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാന്ധീവം സ്രംസതേ ഹസ്താൽ ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്തോ വ്യവസ്ഥാതും ഭ്രമതി വചമേ മനഃ. കൃഷ്ണ ഒക്കെ പോയി. ഇയാൾ എന്തൊരു വീമ്പായിരുന്നു. വിവാഹം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയാൽ മതി, ഞാൻ അങ്ങോട്ട് എന്ത് റബ്ബർ പന്ത് അടിച്ച പോലെയാ വീട്ടിൽ വന്നു നിന്നത്. അങ്ങോട്ട് പോയതേ കണ്ടുള്ളൂ, ഇതാ അവിടെ വന്നു. എന്താ ഇപ്പോ 1.5 കോടി രൂപ ചിലവഴിച്ച് നടത്തിയ വിവാഹമല്ലേ? അതെ അതെ, ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുക. എന്തേ? അത് ശരിയാവില്ല. റിപ്പീറ്റ് എന്നുള്ളത് എൻട്രൻസിൽ മാത്രമല്ല, ഇപ്പൊ റിപ്പീറ്റ് പുതിയ കോഴ്സായ കാല. ഇപ്പൊ എന്താ ചെയ്യണത്? റിപ്പീറ്റാ. ഞാൻ വിചാരിച്ചു പുതിയ കോഴ്സാണ്. പിന്നെയും ചോദിച്ചു, ഇപ്പൊ എന്താ? വീണ്ടും റിപ്പീറ്റാ. വീണ്ടും റിപ്പീറ്റോ? അതെ, 3 കൊല്ലം 4 കൊല്ലം എൻട്രൻസ് എഴുതി, അത് കളഞ്ഞു. എന്നിട്ടോ കിട്ടിയില്ല. ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ നോക്കി അതും കിട്ടിയില്ല. അർജുനന്റെ സ്ഥിതി നോക്കൂ. ഇത്രയും വീമ്പിളക്കി A+ കിട്ടും, എന്തേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തത്? അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടി. വീട്ടുകാരോട് വീമ്പിളക്കി പരീക്ഷയ്ക്ക് വന്നതാ. ടീച്ചർ പോകാൻ നേരത്ത് വെറുതെ അടുത്ത് വിളിച്ചപ്പോഴേ ടീച്ചറെ പേടിക്കണ്ട, എനിക്ക് A+. ഓഹോ എന്നാ പൊക്കോളൂ. അങ്ങനെ പറഞ്ഞു പോന്ന കുഞ്ഞ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്റെ ജീവിതത്തിൽ ആദ്യമായി അനുഭവങ്ങളിലൂടെ ഒരു പ്രശ്നത്തെ കണ്ടപ്പോൾ അതോടുകൂടി തീർന്നു. അർജുനൻ പറഞ്ഞു, അയ്യോ ഭഗവാനെ എന്റെ കൃഷ്ണ,
വയ്യ ബന്ധുക്കളെ കൊല്ലുവാനോ, ബന്ധുക്കളെ കൊന്നു രാജ്യമാളും, എന്തിനു സൗഖ്യമീ എന്നിടാനോ, കൗരവരെന്നെ വധിക്കുകയിലും പോരവരോടു ഞാൻ ചെയ്യുകയില്ല. ആള് തീരുമാനമായി, പരിപാടിയൊക്കെ നിർത്തി കൃഷ്ണ. ഈ കുഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയോടും അച്ഛനോടും പറഞ്ഞു, കാര്യം ഞാൻ പഠിച്ച ഒരു ചോദ്യവും വന്നില്ല, ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അത്ര. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമോ? മാത്രമല്ല 3-4 ചോദ്യങ്ങൾ അന്ന് ഞാൻ പോയിരുന്നില്ലല്ലോ. മാത്രമല്ല ഈ ഭാഗം വരില്ല എന്നാ ടീച്ചർ പറഞ്ഞത്. പിന്നെ സമയം കിട്ടിയില്ല, പേനയിലെ മഷി തീർന്നു, പേപ്പർ കിട്ടിയില്ല, എന്തൊക്കെ വാദങ്ങളാ. ഈ കുഞ്ഞിനെയാണ് ഭാരത ഗവൺമെന്റ് ന്യായീകരണ കമ്മീഷന്റെ അധ്യക്ഷനായിരുത്തണം. ഇതുപോലെ ന്യായീകരണം പറയുന്നത് ആരാ? എന്തൊരു ന്യായീകരണം നോക്കൂ. ഇതേ ന്യായീകരണം അർജുനൻ തുടങ്ങി. കൃഷ്ണ, നമ്മൾ ഇപ്പൊ കൊല്ലുന്നതൊക്കെ ബന്ധുക്കളെയാണ്, നമ്മുടെ ബന്ധുക്കളൊക്കെ തീരില്ലേ? തീരും. അല്ല കൃഷ്ണ, യുദ്ധത്തിന് വന്നതൊക്കെ പുരുഷന്മാരല്ലേ? അതെ. ഈ പുരുഷന്മാരൊക്കെ മരണപ്പെട്ടാൽ ഇവരുടെ ഭാര്യമാരെന്ത് ചെയ്യും? ഇവരുടെ പെൺമക്കൾ എന്ത് ചെയ്യും? ഇവരുടെ സഹോദരിമാരെന്ത് ചെയ്യും? അമ്മമാരെന്ത് ചെയ്യും? അവർക്ക് എവിടുന്ന വരുമാനം? ഇവർ വേണ്ടേ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ? വരുമാനം ഇല്ലാതായാൽ സ്ത്രീകൾ അവർ അബദ്ധ സഞ്ചാരം ചെയ്യില്ലേ? അപ്പോൾ സ്വാഭാവികമായി വീണ്ടും അധർമ്മം ഉണ്ടാവില്ലേ? സ്ത്രീകളുടെ സുരക്ഷ നഷ്ടപ്പെടില്ലേ? വീണ്ടും അധർമ്മം ഉണ്ടാവില്ലേ? ഈ യുദ്ധം ധർമ്മത്തിനല്ലേ? അപ്പോൾ വീണ്ടും അധർമ്മം ഉണ്ടാകാനാണെങ്കിൽ പിന്നെന്തിനാ യുദ്ധം? ഒന്നാമത്തെ ചോദ്യം. മാത്രമല്ല കൃഷ്ണ, നമ്മളൊക്കെ വിവരമുള്ളവർ, അറിവുള്ളവർ. യുദ്ധം കൊണ്ട് കെടുതി മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് യുദ്ധം ചെയ്ത് നമുക്ക് രാജ്യം കിട്ടിയാലും നമുക്ക് എന്ത് സുഖം? ബന്ധുമിത്രാദികളില്ലാതെ നമുക്ക് എന്ത് സുഖം? ഇങ്ങനെ അർജുനൻ തന്റെ പ്രശ്നങ്ങൾ ഓരോന്ന് പറയുകയാണ്. അതിൽ രസകരമായൊരു പ്രശ്നമുണ്ട് കേട്ടോ. അദ്ദേഹം പറയണത് നിമിത്താനിജ പശ്യാമി. നിമിത്തൊന്നും ശരിയല്ല കൃഷ്ണ. എന്ത്? യുദ്ധത്തിന് വന്നവൻ ഇപ്പൊ നിമിത്തം നോക്കിയിരിക്കുക. നമുക്കുണ്ട് ഈ പ്രേതബാധ, നിമിത്തം നോക്കല്. ഓ, രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ശകുനം ആയി, കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ നാട്ടുകാരെ നിന്ന് കിട്ടണേന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അർജുനൻ പറയണത് നിമിത്താനിജ പശ്യാമി വിപരീതാനി കേശവ. എനിക്ക് സർവ്വതും വിപരീതമായി ഭവിക്കുകയാണ്, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് പറ്റില്ല. അതുകൊണ്ട് നിമിത്തങ്ങൾ പ്രശ്നം. എപ്പോഴാ നിമിത്തം പ്രശ്നമാകുന്നേ? ഉള്ളു കലങ്ങിയാൽ പിന്നെ കാണുന്നതൊക്കെ കലക്കലാണ്. അർജുനന്റെ ഉള്ളു കലങ്ങി, അർജുനന്റെ ഉള്ളിൽ ശോകമോഹങ്ങൾ വന്നു. അപ്പോൾ അർജുനൻ കാണുന്നതിലൊക്കെ ഈ കലക്കലും ഈ ശോകമോഹവും ഉണ്ടാകും. നമ്മുടെ ഉള്ളു വിഷമിച്ചാൽ കാണുന്നതൊക്കെ പ്രശ്നം. നമ്മൾ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ബോഡി ഷെയ്മിങ് ഉണ്ടെങ്കിൽ കാണുന്നവനും നോക്കുന്നവനും അവിടേക്കാണോ നോക്കണേ എന്നൊരു പ്രശ്നം വരും. അതോടുകൂടി കഴിഞ്ഞു, തീർന്നു. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്താണോ അതേ നാം ലോകത്ത് കാണൂ. മനസ്സിൽ സന്തോഷം, ചുറ്റുപാടും സന്തോഷം. മനസ്സിൽ ദുഃഖം, സർവ്വതും ദുഃഖം. അത്രയേ ഉള്ളൂ. അർജുനൻ പിന്നെ ന്യായീകരണ കമ്മീഷന്റെ അധ്യക്ഷനായി. പിന്നെ ന്യായീകരണങ്ങൾ ഓരോന്ന്. ഇതിലും ഭേദം സന്യസിക്കുക. ഭൈക്ഷ്യം, ഭിക്ഷ. സന്യാസിക്ക് പറഞ്ഞ ഭിക്ഷ മതി. ഇനി അതാണ് എനിക്ക് ചെയ്യാനുള്ളത് കൃഷ്ണ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിർത്താം. എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ലോകം മുഴുവൻ പോയി ശിവനിൽ നിന്ന് പാശുപതം സ്വീകരിച്ച് ദേവലോകത്തു പോയി ദേവേന്ദ്രനെ സഹായിച്ച് ഉത്തമങ്ങളായിട്ടുള്ള ആയുധങ്ങളെല്ലാം ശേഖരിച്ച് ഉത്സാഹത്തോടുകൂടി ഒരു പുതിയ ജീവിതം, പുതിയ ജോലി ഒക്കെ ആരംഭിച്ച നമ്മുടെ തലമുറയ്ക്ക് ഇതെന്താ സംഭവിക്കുന്നേ? എന്തിന്റെ കുറവാ ഉള്ളത്? അർജുനൻ എന്തിന്റെ കുറവാ ഉള്ളത്? അർജുനൻ ഇതിനു മുൻപ് കൗരവരെ പലതവണ ഒറ്റയ്ക്ക് തോൽപ്പിച്ചവനാ. കർണനെ 3 തവണ നേർക്ക് നേരെ തോൽപ്പിച്ചു. ദ്രൗപദിയുടെ സ്വയംവര മണ്ഡപത്തിൽ അർജുനനെ നേരിട്ട കർണനെ അർജുനന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കർണൻ ബ്രാഹ്മണനെ ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടവനാ.
വിരാടന്റെ രാജധാനിയിൽ കൗരവപക്ഷത്തെ സർവമേലാളന്മാര് വന്നിട്ടും അർജുനൻ എന്ന് പറയുന്ന ആ സ്ത്രീരത്നത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ബോധം കെട്ട് വീണ് ഇവരുടെയൊക്കെ ഉത്തരീയമെടുത്ത് ഉത്തരയുടെ കയ്യിൽ സമ്മാനം കൊടുത്തവൻ അർജുനൻ. അർജുനന്റെ മുന്നിൽ കൗരവന്മാർ ഒരാളും പിടിച്ചു നിന്നിട്ടില്ല. ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിയിട്ടുള്ള ദുര്യോധനാദികളെ ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടുത്തി കൊടുത്തത് അർജുനനാണ്. ചാക്ഷുഷി വിദ്യ പോലെയുള്ള വിദ്യകൾ കരസ്ഥമാക്കിയവൻ, ലോകത്തിൽ അതുവരെ അറിയപ്പെടാത്ത സർവവിശിഷ്ട ആയുധങ്ങളുടെയും നിറകുടമാണ് അർജുനൻ. ഇത്രയും കഴിവുള്ള, എത്ര അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ, ബഹുഭാഷകൾ അറിയാം, എന്തൊക്കെ സംവിധാനങ്ങൾ, വേഗത്തിലോടുന്ന വാഹനങ്ങൾ വീട്ടിൽ ഓരോരുത്തർക്കും, ശീതീകരിച്ച മുറിയുണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്, വിരൽത്തുമ്പിലെ വിസ്മയ ജാലിക മൊബൈൽ ഫോൺ അതുമുണ്ട്, ഒന്നല്ല രണ്ടല്ല, പുതിയ വേർഷൻ എല്ലാം വാങ്ങുന്നുണ്ട്. എല്ലാം നമ്മുടെ കയ്യിൽ സുഭദ്രമാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നു. അർജുനനെ സംബന്ധിച്ച് അർജുനൻ ഇതുവരെ നടന്ന ഹാഫ് ഇയർലി എക്സാമിൽ A+ ആയിരുന്നു. ക്ലാസ് ടെസ്റ്റുകളിലെല്ലാം അദ്ദേഹം A+ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ആനുവൽ എക്സാം വന്നപ്പോൾ എടുക്കണം. ഇതുവരെ വിജയിച്ചവൻ ഇപ്പൊ എന്തു പറ്റി? അർജുനന് സംഭവിച്ച കാര്യമാണ് നാം ഒരു 20-21 മിനിറ്റ് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഒരുപക്ഷെ ഭഗവത്ഗീതയിൽ 1-ാം അധ്യായത്തിന് പേരിട്ടത് അർജുന വിഷാദ യോഗം എന്നാണ്, വിഷാദ രോഗം എന്നല്ല. എന്തുകൊണ്ട് വിഷാദ രോഗം എന്ന് പേരിട്ടില്ല? എന്തുകൊണ്ട് അത് വിഷാദ യോഗമായി? എന്താണ് വിഷാദ രോഗവും വിഷാദ യോഗവും തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊക്കെ പല സമയങ്ങളിൽ ജീവിതത്തിൽ നമ്മളൊക്കെ അർജുനന്റെ ഇതേ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട്. പല പല അവസ്ഥകൾ നമുക്കൊക്കെ വിഷാദ യോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പതുക്കെ ഈ വിഷാദ യോഗം നമ്മളെ വിഷാദ രോഗത്തിന്റെ കൊടുമുടിയും കയറ്റിയിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ജീവിതത്തെക്കുറിച്ചുള്ള നൈരാശ്യം നമുക്കൊക്കെയുണ്ട്. എന്തിന് ജീവിക്കണം? ആത്മഹത്യ ചെയ്താലോ? ഒന്നിലധികം തവണ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയും ഉള്ളിന്റെ ഉള്ളിലൊരു പ്രേരണ കിട്ടുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ ജീവിതത്തിൽ. ഇവിടെ വിഷാദ യോഗം എന്താ? വിഷാദ യോഗം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഷോക്കാണ്. ഓരോരുത്തർക്കും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് കുട്ടിക്കാലത്ത് വിചിത്ര സ്വഭാവമുള്ള ചിലരിൽ നിന്ന്, പണ്ട് കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന കാലത്താണ് ഇന്നത്തെക്കാളും അധികം ഈ വിചിത്ര സ്വഭാവമുള്ളവരുടെ ദുരുപയോഗങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് ഇതാരോട് പറയാൻ? ആരോടും പറയാത്ത ജീവിതത്തിലെ പൂർവാനുഭവങ്ങൾ ഇന്നും ചുമന്ന് നടക്കുന്നവരാണ്. ദയവ് ചെയ്ത് ആൺകുഞ്ഞാവട്ടെ പെൺകുഞ്ഞാവട്ടെ ഈ വിചിത്ര സ്വഭാവമുള്ളവരുടെ കൈകളിൽ കുട്ടികളെ ഏൽപ്പിക്കരുത്. ഒരമ്മ ജാഗരൂകയായി കാത്തു നിന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ഷോക്ക് മതി, എന്നെങ്കിലും ഒരിക്കൽ അർജുനനെ പോലെ ഇത് പൊട്ടി വിടരാൻ. അന്ന് ജീവിതത്തിൽ പരാജയപ്പെടും. അതുകൊണ്ട് വിഷാദ യോഗം ഒരു ഷോക്കിൽ നിന്നുണ്ടാകുന്നതാണ്. അർജുനന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോ അർജുനന്റെ മനസ്സിനെ ബാധിച്ച ഒരു ഷോക്ക് ഉണ്ടായി. ഈ ഷോക്കാണ് അർജുനന് സംഭവിച്ചത്. അതാണ് ശ്രീകൃഷ്ണൻ പരിഹരിച്ചത്. ബാക്കിയുള്ളതോ അത് ലോകോപകാരാർത്ഥമാണ്. നമുക്കൊക്കെ വേണ്ടി കൃഷ്ണൻ അങ്ങ് പറഞ്ഞതാ. അർജുനൻ ആവശ്യമുള്ളത് ആദ്യത്തെ 2 ശ്ലോകം കൊണ്ട് അങ്ങ് തീർത്തു കൊടുത്തു. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈഭ്യം ആസ്മകമീയുപബധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തപ. കിട്ടേണ്ടത് അങ്ങോട്ട് കെട്ടി 4 എണ്ണം അങ്ങോട്ട് കെട്ടിയപ്പോ ആള് ശരിയായി. 1-ാം അധ്യായത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ന്യായീകരണ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കാർപ്പണ്യദോഷോ ബഹദ സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മസമൂഢചേത ശ്രേയസ്യാത് നിശ്ചിതം
ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്നം. ഞാൻ എന്താ, എനിക്ക് എന്റെ രോഗം മനസ്സിലായി, കാർപ്പണ്യദോഷം, കൃപണന്റെ ഭാവം. അതുകൊണ്ട് ഈ അറിയേണ്ടത് അറിയാതെ കൃപണത, അജ്ഞത ബാധിച്ചു. അപ്പൊ രോഗവും ഇദ്ദേഹത്തിന് അറിയാം. എന്തൊരു രോഗിയെ നോക്കൂ, രോഗമറിയുന്ന രോഗി, ചികിത്സ തേടി നടക്കുക. എന്റെ പ്രശ്നം എനിക്കറിയാം, പക്ഷെ അതിനെ വേരോടെ പിഴുതു തരാൻ പറ്റിയ ഒരു ഭിഷഗ്വരനെ വേണം, നല്ലൊരു കൂട്ടുകാരനെ, നല്ല ഒരു ഭാര്യ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു അമ്മ, നല്ലൊരു അച്ഛൻ, നല്ലൊരു സുഹൃത്തിനെ വേണം, ഹൃദയത്തിനോട് ചേർന്ന ഒരാളെ വേണം. അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് എൻ്റെ പൂർവാനുഭവങ്ങളുടെ ഈ ബാണ്ഡം അത് പൊട്ടിച്ചു മാറ്റാൻ പറ്റൂ. അതുകൊണ്ട് അർജുനന്റെ പ്രശ്നം നമുക്കൊക്കെയുള്ള പ്രശ്നമാണ്. ജോലി സ്ഥലത്ത് നമ്മളെക്കാളും മുതിർന്ന ഒരു മേലധികാരിയുടെ ഒരു വാക്ക്, ആ കയറി വന്ന ആ ദിവസങ്ങളിൽ അമ്മായിയമ്മ പറഞ്ഞ ആ ഒരു വാക്ക്, മരുമകൾ ദേഷ്യം വന്നപ്പോൾ എന്തോ പറഞ്ഞ ആ വാക്ക്, ഭാര്യ പെട്ടെന്ന് പറഞ്ഞ ആ വാക്ക്, ഭർത്താവ് ആശിച്ചു പറഞ്ഞൊരു കാര്യത്തിനെ അപ്പാടെ അതങ്ങ് തള്ളിക്കളഞ്ഞപ്പോൾ ഉണ്ടായ ആ ഷോക്ക്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഷോക്കുണ്ട്. ഈ ഷോക്കാണ് പതുക്കെ പതുക്കെ നമ്മളെ വിഷാദ യോഗത്തിലേക്ക്. ഇത് ഇനി ആരോടും പറഞ്ഞില്ല എന്നിരിക്കട്ടെ, ഇത് നിങ്ങൾ ചുമന്ന് നടന്ന് എന്നും സിനിമ കാണുന്നത് പോലെ കണ്ട് ആ ഭാരവും താങ്ങി ഈ പുരുഷായുസ് മുഴുവൻ കൊണ്ട് നടന്നാൽ വിഷാദയോഗം പതുക്കെ പതുക്കെ വിഷാദ രോഗമാകും. ഇതാണ് വിഷാദ യോഗവും വിഷാദ രോഗവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അർജുനന് ഷോക്കായതുകൊണ്ട് ഇത് വിഷാദ യോഗമാണ്, പെട്ടെന്ന് ചികിത്സിക്കാം. ഞെട്ടൽ രോഗമാണ്, ഞെട്ടൽ ചികിത്സ മതി. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ 2 കവിളത്ത് ഓരോന്ന് കൊടുത്ത് അമ്മയുടെ പേരും വിളിച്ച് ആണും പെണ്ണും കെട്ടവനെ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞത്. കിട്ടേണ്ടത് അങ്ങോട്ട് കിട്ടിയപ്പോ പഴയതൊക്കെ അങ്ങ് മറന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, നേരത്തെ എനിക്കൊരു ബുദ്ധിഭ്രമം വന്നതാണ്. വിഷാദ രോഗം, വിഷാദ യോഗം. നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളെ നമ്മളും കണ്ടെത്തണം. ദയവ് ചെയ്ത് പൂർവ സംസ്കാരങ്ങളുടെ ഒരു സഞ്ചിത രൂപമാണ് മനസ്സ്. മനസ്സ് ഇന്നലെ സഞ്ചയിക്കപ്പെട്ടതാണ്. ഇന്നലകളിൽ എന്തൊക്കെ സഞ്ചയിച്ചോ അതെല്ലാം നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഓരോന്നിനെയും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നലകളിലെ ദുരനുഭവങ്ങളെ ഫുട്ബോൾ അടിക്കുന്നത് പോലെ അടിച്ചു കളയണം. എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നലകൾ എനിക്ക് ഒരിക്കലും ഭാരമാകരുത്, പാഠമാകണം. ഒരിക്കലും ഭാരമാകരുത്. ഈ ഭാരം ചുമന്ന് നടന്നാൽ, ഭർത്താവ് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല, ഉണ്ട്, പക്ഷെ ഇത് ആരോട് പറയാൻ? ചില രഹസ്യങ്ങൾ ആരോടും പറയാൻ പറ്റുന്നതല്ല. ഭാര്യയോട് പറയാൻ പറ്റില്ല, ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ആരോടും പറയാത്ത ഈ രഹസ്യങ്ങൾ കൊണ്ട് നടന്നാൽ നമ്മുടെ ശരീരഘടന തന്നെ മാറും. നമുക്കൊരാളുടെ മുന്നിൽ ചിരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സഭയിൽ പോയി 10 പേരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അർജുനൻ നമ്മുടെ മുന്നിൽ പറയുന്നു, ഈ ഷോക്ക് കൊണ്ട് നടന്നാൽ നമ്മൾ ജീവിതത്തിൽ നല്ല ഒരു കുടുംബജീവിതം പിന്നെ നമുക്കുണ്ടാകില്ല, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകില്ല, നമ്മൾ ഒറ്റപ്പെടും. ഒരിടത്ത് ഒരു ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നമുക്കത് വേണ്ട. അതുകൊണ്ട് അർജുനനെ സംബന്ധിച്ച ഷോക്ക് മനസ്സിലാക്കണം. എന്താ അർജുനന് പറ്റിയത്? അതാണ് മഹാഭാരതത്തിലെ സഞ്ജയദൂത്. ഈ ഭാഗം എഴുതി പഠിക്കണം. സഞ്ജയദൂത് ശരിയായി പഠിച്ചാൽ അർജുന വിഷാദ യോഗവും സഞ്ജയദൂതും ഒന്നാണ്. ഒന്നുകൂടി പറയട്ടെ, അർജുന വിഷാദ യോഗത്തിൽ അർജുനൻ എന്തൊക്കെ പറഞ്ഞോ അതാണ് സഞ്ജയൻ ആ ദൂതിൽ പറഞ്ഞത്. സഞ്ജയൻ പറയാത്ത ഒരു കാര്യവും അർജുനൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അർജുനനെ ബാധിച്ചത് മന്ത്രവിപ്ലവമാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ, മന്ത്രവിപ്ലവം. മനുഷ്യ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന, കാർന്നു തിന്നുന്ന വാക്കാകുന്ന വാക്ഷരം നമ്മുടെ ഹൃദയത്തെ ഭേദിക്കുന്നത് പോലെ വാക്കുകൊണ്ടുണ്ടാകുന്ന ഈ വിഷമം മറ്റൊന്നിൽ നിന്ന് നമുക്ക് ഉണ്ടാവില്ല. അടിച്ചാൽ അടിയുടെ വേദന കഴിഞ്ഞാൽ തീർന്നു സുഹൃത്തെ. വാക്കാകുന്ന ശരം അത് മനുഷ്യന്റെ മനസ്സിൽ മുറിവുണ്ടാക്കുന്നത് പോലെ മറ്റൊന്നും മുറിവുണ്ടാക്കില്ല.
നമ്മൾ ഒരിക്കലും അത് കളയാനും ഇഷ്ടപ്പെടില്ല. ചുമന്ന് നടക്കും, അമ്മായിയമ്മയെ കാണുമ്പോ തുടങ്ങും. പക്ഷെ 70mm ക്ലോസപ്പ് പുഞ്ചിരിയൊക്കെ നമ്മൾ വരുത്തും. പക്ഷെ എൻ്റെ ഉള്ളിൽ കലുഷിതമായ സംഘർഷം മാത്രമാണ്. ഒരാളല്ല, പലരോടുമുള്ള നമ്മുടെ സമീപനം ഇതാണ്. അത് ഭർത്താവാകാം, ഭാര്യയാകാം. നോക്കൂ, സഞ്ജയൻ അവസാനത്തെ ശ്രീകൃഷ്ണൻ ദൂതിന് വന്നതിന് ശേഷം സഞ്ജയൻ ദൂതിന് വരികയാണ്. സഞ്ജയൻ ദൂതിന് വരുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രർ ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തു. ഈ സ്റ്റഡി ക്ലാസ് നല്ലപോലെ പഠിക്കണേ. ധൃതരാഷ്ട്രർ ആരാ? കണ്ണ് കാണില്ലെങ്കിലും അവനവന്റെ കാര്യം നടത്താൻ 1000 കണ്ണുകളുള്ള അന്ധനാണ് ധൃതരാഷ്ട്രൻ. ആരുടെ ശിഷ്യനാണ്? ഗൂഢകർമ്മങ്ങൾ ചെയ്യുന്ന, മനുഷ്യ മനസ്സിനെ മതിക്കുന്ന, ദി കെമിസ്ട്രി ഓഫ് ഹ്യൂമൻ ഹാർട്ട് ബീറ്റ്സ്, മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിവുള്ള അന്നത്തെ കണികാചാര്യന്റെ ശിഷ്യനാണ് സാക്ഷാൽ ധൃതരാഷ്ട്രർ. രാഷ്ട്രീയ കൂടതന്ത്രജ്ഞനാണ് കണികാചാര്യൻ. അവന്റെ ശിഷ്യൻ മനുഷ്യനെ മനം മാറ്റി മതം മാറ്റാൻ കഴിവുള്ളവന്. അവനെ പൊട്ടിച്ചിതറിക്കണമെങ്കിൽ, ഭാരതത്തിന്റെ അതിർത്തിയും കടന്ന് ഈ നെഞ്ചകം തകർക്കണമെങ്കിൽ അവന്റെ അടുത്ത് 10 മിനിറ്റ് പോയിരിക്കൂ. നാളെ ഒരു മനുഷ്യ ബോംബായി എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും നമ്മുടെ മക്കൾ പൊട്ടിത്തകരുന്നത് കാണാം. ഒരു കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല പോലെ പഠിപ്പിക്കണം മക്കളെ. ചില കൂട്ടുകാരാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു, പക്ഷേ ബോംബ് സ്ഫോടനത്തിൽ 200 പേർ മരിച്ചു. ആരായിരുന്നു മരണത്തിന് ഉത്തരവാദി? തന്റെ മകന്റെ ചിത്രമാണ് നാം TV കാണുക. എന്താ സംഭവിച്ചത്? മനുഷ്യ മനസ്സിനെ നല്ല പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, നല്ല കൂടതന്ത്രം അറിയുന്ന, മനുഷ്യ മനസ്സിന്റെ രസതന്ത്രം അറിയുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ട് ഈ കണികാചാര്യന്റെ ശിഷ്യനായ ധൃതരാഷ്ട്രർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പരമസാധുവല്ല. അദ്ദേഹം സഞ്ജയനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, അവിടെ ചെന്ന് കൃഷ്ണനോട് പ്രത്യേകം ചില കാര്യം, യുധിഷ്ഠിരനോട് ചില കാര്യം, അത് പാണ്ഡവരെല്ലാം കേൾക്കണം, പ്രത്യേകിച്ചും അർജുനൻ കേൾക്കണം. സഞ്ജയൻ ചെന്നു. സഞ്ജയൻ പറഞ്ഞു, കൃഷ്ണനോടാണ് ആദ്യത്തെ വാക്ക്. സഞ്ജയന് ധൃതരാഷ്ട്രരുടെ മനമറിയാവുന്നതുകൊണ്ട് സൂചന മാത്രം മതി, പിന്നെ അദ്ദേഹം അങ്ങ് പറഞ്ഞോളും. ഇതാണ് നല്ല വിദേശകാര്യമന്ത്രി കേട്ടോ. ഇവിടെ നിന്നൊരു സൂചന മതി. പ്രധാനമന്ത്രി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അതിലും ഭംഗിയായി നടപ്പാൻ കഴിവുള്ളവനാണ് വിദേശകാര്യം കൈകാര്യം ചെയ്യേണ്ടത്. ഒരു തടസ്സവുമില്ലാതെ അത് കൈകാര്യം ചെയ്യാൻ കഴിവ് വേണം. ആ കഴിവാണ് ഇവിടെ സഞ്ജയനുള്ളത്. സഞ്ജയൻ അവിടെ ചെന്ന് ആദ്യം എല്ലാവരോടും പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 10-15 മിനിറ്റ് കൂടി, പരമാവധി 10 മിനിറ്റ്. നിങ്ങളും കൗരവരും ബന്ധുക്കളാണ്. അർജുനൻ പറഞ്ഞ വിഷാദ യോഗം മനസ്സിൽ വേണം. നിങ്ങൾ തുടക്കം മുതൽ വഴി തെറ്റാത്തവരാണ്, അവരാണെങ്കിൽ വഴി തെറ്റിയവരുമാണ്. ഒന്ന് പറയണമെന്ന് നോക്കണേ. ഇതൊക്കെ ധൃതരാഷ്ട്രരുടെ ദൂതാണ്. അപ്പൊ പറയുന്നത് ധൃതരാഷ്ട്രരാണ്. ധൃതരാഷ്ട്ര സ്വന്തം മക്കളെ കുറിച്ചാ പറയണത്. നിങ്ങൾ ധർമ്മിഷ്ഠരാണ്, അവർ അധർമ്മകാരികളാണ്, പറഞ്ഞാൽ കൂട്ടാക്കാത്തവരാണ്. ഞാൻ പറഞ്ഞ് മടുത്തു, അവരെ അവരുടെ പാട്ടിന് വിടുക. നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തെ വാക്ക്. 2 പറഞ്ഞു, യുദ്ധം അതികഠിനമാണ്. യുദ്ധത്തിൽ ജയിച്ചവനും പരാജയപ്പെട്ടവനും തമ്മിൽ ഒരു മാറ്റവുമില്ല. ഇനി ജയിച്ചാലും നിങ്ങൾക്ക് മനസമാധാനം കിട്ടുമോ? രണ്ടാമത്തെ ദൂത്. 3, നിങ്ങൾ 2 കൂട്ടരും വീരപരാക്രമികളാണ്. ഭയങ്കരമായ നരസംഹാരം എന്തായാലും നടക്കും. അത്തരം അപരാധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. ഇനി നിങ്ങൾ ഒരാഴ്ച മുമ്പ് നമ്മുടെ പത്രങ്ങളിൽ നടന്ന നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ കേൾക്കണം. പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം ചെയ്താൽ 2 പക്ഷത്തും ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഇന്ത്യ സമാധാനത്തിന്റെ വഴി തേടണം. യുദ്ധം നടന്നാൽ 2 പേർക്കും നഷ്ടമുണ്ടാകും. അതുകൊണ്ട് അവർ അവരുടെ സ്വഭാവം കാണിക്കട്ടെ. അവർ കുഴപ്പക്കാരാണ്, നമ്മൾ നല്ലവരാണ്, നമ്മൾ ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല. ഭാരതത്തിന്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് കിട്ടേണ്ടതും കിട്ടിയതും വാങ്ങി അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു കൂടുക. ഇതല്ലേ സഞ്ജയദൂത്? ഇതല്ലേ ഈ കണ്ട കാലം നമ്മളോട് പറഞ്ഞത്? പാകിസ്ഥാനോട് മിണ്ടാതിരുന്നാൽ അവൻ ആ ഭാഷ മനസ്സിലാവില്ല. പാകിസ്ഥാൻ കനോട്ട് ബി മെൻഡഡ്, ഇറ്റ് മസ്റ്റ് ബി എൻഡഡ്. അതിന് അവസാനിപ്പിക്കാനേ പറ്റുകയുള്ളൂ. അതൊരു മാറാ രോഗമാണ്, അതൊരു മനഃശാസ്ത്രമാണ്, അതൊരു മനോഗതിയാണ്.
തുണ്ടു ഭൂമിയല്ല പാകിസ്ഥാൻ. അതൊരു മനോവിചാരത്തിന്റെ, മനോവൈകൃതത്തിന്റെ ജനസഞ്ചയമാണ്. അല്ലാതെ ഒരു ഭൂമിയുടെ പേരല്ല പാകിസ്ഥാൻ. അത് ഒരു മനഃശാസ്ത്രമാണ്. അത് മാറാതെ പാകിസ്ഥാൻ കനോട്ട് ബി മെൻഡഡ്. അതിനെ തിരുത്താൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി എൻഡഡ്. അതിനെ അവസാനിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷേ അതല്ല, ദൂതല്ല. അതിനുശേഷം കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, യുദ്ധം ഒഴിവാക്കേണ്ടത് താങ്കളാണ്. താങ്കളുടെ കൈകളിലാണ് ഈ പാണ്ഡവന്മാരെല്ലാം. താങ്കൾ പറഞ്ഞാൽ ഇവർ അനുസരിക്കും. എല്ലാവരുടെയും പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഞാനിതാ അങ്ങയോട് ഭിക്ഷ യാചിക്കുന്നു. ആരാ? ധൃതരാഷ്ട്രരാണ് ഭിക്ഷ യാചിക്കുന്നത്. മാത്രമല്ല കൃഷ്ണ, ഭീഷ്മ പിതാമഹന്റെ ആഗ്രഹം ഇത് തന്നെയാട്ടോ. ഓക്കെ, കൃഷ്ണനുള്ളത് കൊടുത്തു. യുധിഷ്ഠിരനോട് വിളിച്ചു, യുധിഷ്ഠിര മകനെ, നിന്റെ പ്രകൃതം ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്നതാണ്. നീ നല്ലവനാണ്, നീ നന്മയുള്ളവനാണ്. അവനെ അങ്ങ് വൈകുണ്ഠം വരെ പൊക്കി. നോക്കണേ, ഇന്ത്യ മഹത്തരമാണ്. ഇതുവരെയുള്ള ആരും തല്ലിയിട്ടില്ല, നിങ്ങളും തല്ലരുത്. നിങ്ങൾ തല്ലുകൊള്ളണം. എന്തൊരു നല്ല ഉപദേശം നോക്കൂ. നിക്കട്ടെ, പോർവെട്ടാതെ നിനക്ക് അവകാശപ്പെട്ടത് കിട്ടില്ല എങ്കിൽ അവരോട് നീ ഒരിക്കലും ദേഷ്യം വിചാരിക്കരുത്. കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിൽ നിന്നുള്ള ഈ നരസംഹാരത്തിൽ നിന്ന് കുഞ്ഞേ യുധിഷ്ഠിര, ധർമ്മപുത്ര, നീ പിന്മാറണേ. തീർന്നില്ല, ഇനി എല്ലാവരോടും കൂടി പറഞ്ഞു, കാടുപൂകി ഭിക്ഷ എടുക്കുന്നതാണ് നരസംഹാരത്തെക്കാൾ നല്ലത്. അർജുനൻ എന്താ പറഞ്ഞേ? ഭിക്ഷയ്ക്ക് പോവാന്നാ പറഞ്ഞത്. ആരാ? ധൃതരാഷ്ട്രം എന്താ പറഞ്ഞു പഠിപ്പിച്ചത്? ഭിക്ഷയ്ക്ക് പോണം. മകനെ, സുഖ ദുഃഖങ്ങൾ എന്ന് പറയണത് അത് അനിത്യമാണ്, നിത്യമല്ല, മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുകയുള്ളൂ. ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ കൊല്ലുക എന്ന മഹാപാപം നീ ഒരിക്കലും ചെയ്യരുത്. വൃദ്ധന്മാരായ അവരെ കൊന്നാൽ, ഗുരുവിനെ കൊന്നാലുള്ള ശിക്ഷ നിനക്കറിഞ്ഞുകൂടെ യുധിഷ്ഠിര? അതുകൊണ്ട് അതൊക്കെ നീ മാറ്റിവെക്കണം. ബന്ധുക്കളെ കൊന്നു കഴിഞ്ഞാലത്തെ സ്ഥിതി നീ ഓർത്തിട്ടുണ്ടോ? ജ്യേഷ്ഠന്മാരെ കൊന്നാലുള്ള സ്ഥിതി നീ ഓർത്തിട്ടുണ്ടോ? സ്വർഗത്തിലേക്കുള്ള വഴി അതല്ല. ധർമ്മത്തിന് എതിരാണ് നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നീ ധർമ്മം കൈവെടിയരുത്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ സഞ്ജയദൂത്. ഇനി നിങ്ങൾ അർജുന വിഷാദയോഗം ഒന്ന് വായിച്ചു നോക്കണം. എന്താ അർജുനന് പറ്റിയത്? അർജുനന് പറ്റിയത് ഇത്രയുമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കൃഷ്ണൻ ദൂതിന് പോകുന്നത്. കൃഷ്ണദൂതിന് മുമ്പാണ് സഞ്ജയദൂത് കേട്ടോ. 5 മിനിറ്റ് കൂടി ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണൻ പോകുന്നതിന് മുൻപ് ഓരോരുത്തരോടും ചോദിച്ചു, ഞാൻ എന്ത് പറയണം? ഭീമനോട് ചോദിച്ചു. നോക്കണേ, അതുവരെ കൗരവന്മാരെ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞ ഭീമൻ സഞ്ജയന്റെ ഈ മായാവലയത്തിൽ പെട്ട് മൊത്തത്തിൽ മാറിപ്പോയി. ഭീമൻ എന്താ പറഞ്ഞേന്നറിയോ? കൃഷ്ണ, ദുര്യോധനന് കീഴടങ്ങി ഞങ്ങൾ കീഴാളന്മാരായി കഴിഞ്ഞുകൂടിക്കൊള്ളാം. ഞങ്ങൾ ഒരിക്കലും കുലഘാതകന്മാരാകില്ല. 18 രാജാക്കന്മാരുടെ പേര് എണ്ണിപ്പറഞ്ഞു ഭീമൻ. ഈ 18 രാജാക്കന്മാരും കുലഘാതകന്മാരാണ്. ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട, ആ പട്ടികയിൽ പെടുത്താൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് യുദ്ധം വേണ്ട. ആരാ പറഞ്ഞേ? ഭീമനാ പറഞ്ഞത്. ശ്രീകൃഷ്ണ സത്യത്തിൽ ഞെട്ടി. കാരണം ഇതുവരെ കൗരവർ, ധാർത്തരാഷ്ട്രന്റെ പുത്രന്മാർ ദുര്യോധനൻ, ദുശാസനൻ എന്ന് കേട്ടാൽ തന്റെ കൈമുഷ്ടി ചുരുട്ടി കയ്യിൽ ആഞ്ഞിടിച്ച് പല്ല് കടിച്ച് ശബ്ദമുണ്ടാക്കി ക്രോധാകാരനായിരുന്ന ഭീമസേനൻ ഇങ്ങനെ മാറിപ്പോകുന്നു. ഭീമസേനനെ വരെ മാറ്റിക്കളഞ്ഞ ദൂതാണ് നമ്മൾ സഞ്ജയന്റെ ദൂത്. സഞ്ജയൻ നിസാരക്കാരനല്ല. മാത്രമല്ല, ശ്രീകൃഷ്ണൻ ഉള്ളിൽ അത്ഭുതം കടിച്ചമർത്തി. ഒരു ചെറുപുഞ്ചിരി, കൃഷ്ണന്റെ പുഞ്ചിരി ഒരു വിഷയമാണ്. കൃഷ്ണൻ എവിടെയൊക്കെ പുഞ്ചിരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എന്തോ ഉദ്ദേശമുണ്ട്. ഒരു പുഞ്ചിരി പോലെ മറ്റൊരു പുഞ്ചിരി കൃഷ്ണനില്ല. 200 പുഞ്ചിരി ഉണ്ടെങ്കിൽ 200 കഥകളാണ്. കൃഷ്ണന്റെ ഒരു പുഞ്ചിരിയല്ല. ഇവിടത്തെ പുഞ്ചിരി പൂപുഞ്ചിരി പൊഴിച്ച് മധുരകരമായ വാക്കുകൾ കൊണ്ട് അർജുനന്റെ കർണപുടങ്ങളിലേക്ക് കഴിഞ്ഞുപോയ കാലത്തിന്റെ പീഡകൾ ഓരോന്നങ്ങ് വിട്ടപ്പോൾ ഈ ഭീമൻ പെട്ടെന്ന് ശരിയാണല്ലോ, യുദ്ധം. ഭീമന്റെ പ്രകൃതം മനസ്സിലായോ? ഭീമൻ വൈകാരിക പ്രകൃതമുള്ളയാളാ. ഈ രജോ ഗുണം മുറ്റി നിൽക്കുന്നവർക്ക് എല്ലാ വികാരങ്ങളും എക്സ്ട്രീം ആയിരിക്കും. ദേഷ്യം ഠെങ്, സ്നേഹം ഠെങ്. സ്നേഹം വന്നാൽ കെട്ടിപ്പിടിച്ചു കൊല്ലും, ദേഷ്യം വന്നാലോ തല്ലിക്കൊല്ലും. എല്ലാം പെട്ടെന്നാ.
ഇതെങ്ങനെയത് എവിടൊക്കെ പോണെന്ന് ഒരു പിടിയില്ല. ഭീമൻ വൈകാരിക പ്രകൃതമാണ്. അതുകൊണ്ട് വികാരപ്രകൃതമായിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ പെട്ടെന്ന് ബാധിക്കും. അതുകൊണ്ട് ചിലരുടെയൊക്കെ മുഖം അതുവരെ നല്ല ചിരിയായിരുന്നു, എന്തോ ഒരു വാക്ക് കേട്ടപ്പോ അതങ്ങ് പോയി. അർജുനൻ ഈ പ്രകൃതമാണ്. അത്തരക്കാർക്ക് വലിയ ഉപദേശമൊന്നും വേണ്ട. കഴിഞ്ഞ കുറച്ച് കാലമൊക്കെ നീ ആള് കൊള്ളാൻ മിടുക്കി മിടുക്കി മിടുക്കി, ശരിയായി, അത്രയേ ഉള്ളൂ. പക്ഷേ അർജുനൻ അതല്ല. അർജുനൻ നിസാരക്കാരനല്ല. പക്ഷെ അർജുനൻ ഇത് ബാധിച്ചോ എന്ന് എങ്ങനെ അറിയാം? കോവിഡ് വന്ന കാലത്ത് നമ്മുടെ വീട്ടിൽ 5 പേരുണ്ട്, 5 പേർക്കും കോവിഡ് ബാധിച്ചു. പക്ഷെ അതിൽ 1 or 2 പേരുടെ ഉള്ളിലുള്ള കോവിഡ് രോഗാണുവാണ് പുറത്തു വരും. 3 പേർക്കോ ഞങ്ങൾക്ക് കോവിഡ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ് അവരിയ്ക്കുകയും അവർ 2 പേരും കോവിഡാ. എന്തേ 3 പേരെ പിടിച്ചില്ല? അവർക്ക് കുറച്ചുകൂടി രോഗപ്രതിരോധ ശക്തിയുണ്ട്. ആ വന്ന 2 പേർക്കോ അർജുനനെ പോലെ ഭീമനെ പോലെ വൈകാരിക സ്വഭാവം ഉള്ളത് കൊണ്ട് അവർക്ക് എന്തില്ല? അവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണ്. സഞ്ജയൻ പറഞ്ഞ കാര്യങ്ങൾ അർജുനന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞത് അർജുനൻ യുദ്ധക്കളത്തിൽ ചിത്രമായി കണ്ടപ്പോൾ, കേട്ടാൽ അർജുനന് പ്രശ്നമില്ല, കണ്ടപ്പോൾ മുത്തച്ഛൻ അയ്യോ സഞ്ജയൻ പറഞ്ഞത്, ദ്രോണർ അയ്യോ സഞ്ജയൻ പറഞ്ഞത്, അതാ ബന്ധുജനങ്ങൾ സഞ്ജയൻ പറഞ്ഞത്, യുദ്ധം, ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ, എന്റെ ബാഹുബലത്തിലാണ് വിജയം. അപ്പൊ ആ വിജയം ഉണ്ടാകും, ഇവരെയൊക്കെ കൊല്ലുന്നത് ഞാൻ, കൊല്ലുന്ന പാപം എനിക്ക്, അപ്പൊ ഞാൻ കുഴപ്പക്കാരൻ, ഞാൻ മൂലം രക്തച്ചൊരിച്ചിൽ, ഞാനാണ് സർവ്വതിന്റെയും പ്രശ്നം. ഇതാ സഞ്ജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പറഞ്ഞപ്പോ തോന്നി കൃഷ്ണ ഭിക്ഷമതി, ഗുരുവിനെ കൊല്ലില്ല, ആരെയും കൊല്ലാൻ പറ്റില്ല. കൊല്ലാൻ വന്നവന്റെ മനസ്സിൽ എവിടെയോ ആ അടിഞ്ഞു കൂടിയ ആ പൂർവാനുഭവം പുറത്തു വന്നതോടുകൂടി അർജുനന് ഈ വിഷാദ യോഗം വന്നു. നോക്കൂ, ഇത്രയേ ഉള്ളൂ അർജുനന് പറ്റിയത്. അതുകൊണ്ട് സഞ്ജയ ദൂതാണ് അർജുന വിഷാദ യോഗം. സഞ്ജയൻ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ മാറ്റിയെടുത്തത്. അതുപോലെ അർജുനൻ കുറച്ചുകൂടി കരുത്തനായതുകൊണ്ട് അവന് കുറേം കൂടി കഴമ്പുള്ള കാമ്പുള്ള വാക്ക് വേണം. അതുകൊണ്ടാണ് അവന് ഒരു ഔഷധം കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാ 18 ഔഷധവും അവന് സേവിക്കണം എന്ന് പറഞ്ഞത്. മറ്റാൾക്ക് ഒരു ഡോസ് കൊണ്ട് തീരും, ഇവൻ ഒരു ഡോസ് കൊണ്ട് തീരില്ല. ഇവൻ ബൗദ്ധിക ശക്തി കൂടുതലാണ്, ഭീമനോ ഭൗതികമാണ്. ഇത് ബൗദ്ധികമാണ്. ബുദ്ധി കൊണ്ട് ഉയർന്നവനോട് ബുദ്ധി കൊണ്ട് ഉയർന്ന നല്ല വാക്കുകൾ വേണം. അങ്ങനെയുള്ള വാക്കാണ് കൃഷ്ണൻ പിന്നീട് പറഞ്ഞ് അർജുനന് തന്റെ മോഹം, ഏത് മോഹം? മലയാളിയുടെ മോഹമല്ല, ഭഗവത്ഗീതയിലെ സംസ്കൃതത്തിലെ മോഹം. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മോഹം. നഷ്ടോ മോഹ, എന്റെ മോഹം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരി തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റാത്ത മനസ്ഥിതിയിൽ നിന്ന് ഞാൻ മാറി. എനിക്കിപ്പോൾ മനസ്സിലായി ഏതാണ് ശരി ഏതാണ് തെറ്റ്. ആ മോഹത്തിലേക്ക് എന്നെ വലിച്ചു ചേർത്തതാരാ? സഞ്ജയന്റെ ആ മനസ്സിനെ മാറ്റിയതാ. അത് ഞാൻ മനസ്സിലാക്കി. ഇതാ ഞാൻ എന്റെ സ്വധർമ്മം ചെയ്യാം. അപ്പോ സ്വധർമ്മം ചെയ്യണമെങ്കിൽ ഇന്നലകളിൽ അനുഭവങ്ങളെ നാം മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ ശരീരത്തിൽ അത് രോഗങ്ങളായി പതിക്കും. സ്ത്രീ ശരീരത്തിൽ ക്രമം തെറ്റി നിർബന്ധമായും ഇത്തരം വിഷമങ്ങൾ കൊണ്ടു നടന്നാൽ, ക്രമം തെറ്റി അക്രമമായി ശരീരത്തിൽ PCOD കൺവെർട്ട് ചെയ്ത് ഫൈബ്രോയിഡ്, ആരാ? പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയതാ, ഒരു ഭക്ഷണവുമല്ല. മനസ്സാണ്. മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ വിചാരങ്ങളാണ് ഫാറ്റി ലിവർ. എങ്ങനെയാ ഉണ്ടാകുന്നേ? ഒറ്റ കാരണമുള്ളൂ, ആവശ്യത്തിലധികമുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചേക്കുക. അല്ലെങ്കിൽ അർജുനനെ പോലെ സ്വധർമ്മം ചെയ്യാൻ പറ്റാതെ, അത് ഏത് മേഖലയായാലും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഇത് ബോധ്യപ്പെടുത്തുകയാണ് ശ്രീകൃഷ്ണൻ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലൂടെ. ഇതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ബാധിച്ച രോഗം. ഈ രോഗം ബാധിച്ചവരാണ് നമ്മളിൽ ഒട്ടുമുക്കാൽ ആളുകളും. ഇത് മനസ്സിലാക്കി സ്വയം ചികിത്സിക്കാനോ അതിന് അനുഗുണമുള്ള ഒരു ഗുരുനാഥനെ കണ്ടെത്താനോ നമുക്ക് സാധിക്കുക. നമ്മുടെ ഉള്ളിലുള്ള പഴയ ആ അനുഭവങ്ങളെ, പൂർവാനുഭവങ്ങളെ മനസ്സിലാക്കി നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ വീക്ക്നെസ്സുകളെ ബ്രേക്ക് ചെയ്യാൻ നാം എപ്പോ പഠിക്കുന്നുവോ അന്ന് അർജുനനെ പോലെ സ്വധർമ്മം നാം വീണ്ടും ചെയ്യും. അതുകൊണ്ട് എന്റെ വീക്ക്നെസ് മനസ്സിലാക്കുക, അത് ബ്രേക്ക് ചെയ്യുക. അർജുനൻ ബ്രേക്ക് ചെയ്തു.
അതോടുകൂടി അർജുനൻ ജീവിതത്തിൽ വിജയിച്ചു. അതുകൊണ്ട് ഇതാണ് നമ്മളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. വിഷാദ യോഗത്തിൽ നിന്ന് നാം ഉയർന്ന് സ്വധർമ്മം ചെയ്യുക. അങ്ങനെ സ്വധർമ്മം ചെയ്ത് വിജയിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് മക്കളോട് പറയുക. കുട്ടിക്കാലം മുതൽ ഗീതാസാരം നല്ലപോലെ വായിക്കുക, പഠിക്കുക. അതിന് കഥാരൂപത്തിൽ നല്ല പോലെ ഗീത പഠിക്കുന്നതിന് മുമ്പ് മഹാഭാരതത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഗീത പഠിക്കാൻ കൂടി ശ്രമിച്ചാൽ നമുക്ക് ഭഗവത്ഗീതയുടെ പശ്ചാത്തലം കൂടുതൽ കൂടുതൽ വ്യക്തമാകും. അതിന് ഒരു സൂചന മാത്രമാണ് ഈ കഴിഞ്ഞ 1 മണിക്കൂർ സമയം കൊണ്ട് ശ്രമിച്ചത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇത്തരം ഒരു മഹാവേദിയിൽ വന്ന് മഹത്തുക്കളായ നിരവധി പേരുടെ മുന്നിൽ ഇത് പറയാൻ സാധിച്ചതിലുള്ള കൃതജ്ഞത കൂടി രേഖപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.